ഇന്ന് രാത്രിയിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ മോൾ ക്രിസ്റ്റി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള മോളാണ്. വാസ്തവത്തിൽ അവളുടെ പിതാവാണ് ഈ യോഗത്തിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്തത്. അതെല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരെല്ലാം വിവിധ തരത്തിൽ ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഒരുമിച്ച് നിൽക്കാൻ ദൈവമായ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു മീഡിയ യുഗം കൂടി ആയിരിക്കയാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാനൊരവസരമുള്ള കാലമാണ്. ഈ ചർച്ച ഇവിടെ ക്രമീകരിക്കുന്ന മനോഹരമായിരിക്കുന്ന മീറ്റിംഗ് വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്നവരുണ്ടെന്നറിയാം. നിങ്ങളെയും പ്രത്യേകമായ വന്ദനം പറയുകയാണ്. ആമുഖവാക്കുകൾ അവസാനിപ്പിച്ച് വേഗത്തിൽ ബാക്കിയുള്ള സമയം ഈ രാത്രി ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ എനിക്ക് തന്നിരിക്കുന്ന അവസരം മറ്റൊന്നിലേക്കും മനസ്സ് മാറ്റാതെ ദൈവത്തെ മാത്രം ഉയർത്താൻ ഇന്ന് രാത്രി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഒന്നിച്ചായിരിക്കാം. ആത്മീയ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓർത്തോളണം, സ്തോത്രം, എല്ലാറ്റിനും ദൈവപ്രവർത്തികൾക്കെല്ലാം നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് ഒരു അന്തരീക്ഷം എന്നത്. സ്തോത്രം, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. എത്ര പേരത് ഗൗരവമായിട്ടെടുക്കുന്നതെന്ന് അറിയല്ല. സ്തോത്രം, നമ്മൾ ദൈവപ്രവൃത്തിയുടെ അന്തരീക്ഷത്തെ തിരിച്ചറിയണം. സ്തോത്രം, എന്താണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ അഥവാ ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്? സ്തോത്രം, വലിയ ആൾക്കൂട്ടമല്ല, വലിയ ക്രമീകരണങ്ങളല്ല. വേദപുസ്തകത്തിൽ ഒന്നിലധികം ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ് അതിൻ്റെ ഓർമ്മ. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, സ്തോത്രം, ഞാൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരാം. സ്തോത്രം, ഇന്നും നാളെയും 2 ദിവസത്തേക്ക് പറഞ്ഞിരിക്കും. ഇന്നും നാളെയും നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. സ്തോത്രം, ഹല്ലേലൂയ. നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അടുത്ത വാചകമാണ് ഞാൻ നിങ്ങളുടെ സ്തോത്രം നടുവിൽ ഇറങ്ങി വരാമെന്ന്. അപ്പോൾ ദൈവത്തിന് ഇറങ്ങി വരാനൊരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം. സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മളിവിടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു വലിയ സഭയുടെ ജനറൽ കൺവെൻഷനാണ് നടക്കുന്നത്. സ്തോത്രം, നമ്മളിവിടെ ഒരുമിച്ച് വന്നതിൻ്റെ ഒരു കാര്യം, സ്തോത്രം, നമുക്ക് കർത്താവിനെ ഉയർത്തണം, ദൈവത്തെ ആരാധിക്കണം. അതൊക്കെ ശരിയാണെങ്കിലും വന്നതിനേക്കാൾ ദൈവം ഇറങ്ങി വരാൻ പാകത്തിന് നമ്മുടെ ഹൃദയവും നമ്മുടെ അന്തരീക്ഷവും ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇന്ന് രാത്രികാലം സ്വർഗസ്ഥനായ ദൈവം ഇറങ്ങി വരും. വചനത്തിൽ വെളിപ്പെടുന്ന ദൈവം എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദൈവവചനത്തിൽ പ്രത്യേകിച്ച് കർത്താവ് എന്നെ വചനം ശുശ്രൂഷിക്കാൻ നിയോഗിച്ചു എന്നുള്ളൊരു വിളിയും തെരഞ്ഞെടുപ്പും എൻ്റെ മേൽ ഉറപ്പാക്കിയപ്പോൾ ദൈവവചന ശുശ്രൂഷയിൽ സംഭവിക്കുന്ന അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തിരുവെഴുത്തിൽ സ്തോത്രം പരിശോധിച്ചിട്ടുണ്ട്. ശൗമേലിൻ്റെ പുസ്തകം 1 ശൗമേൽ 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്തോത്രം, അനന്തരം യഹോവയായ ദൈവം വചനത്തിൽ വെളിപ്പെട്ടു എന്ന്. സ്തോത്രം, അപ്പം ഞാൻ വിശ്വസിക്കുന്നു, വേദപുസ്തകത്തിൽ ഒരിക്കലും പോസ്റ്റ് എഴുതി വെച്ചിട്ടില്ല. അതിനകത്ത് എന്തുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം, അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ എത്ര പേരോട് ഞാൻ ആ വാക്ക് പറയുമ്പോൾ വിശ്വസിക്കുന്നു എന്ന് ഞാൻ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തെ തട്ടിപ്പറയോട് എഴുതിയിരിക്കുന്നു. യഹോവ വീണ്ടും, സ്തോത്രം, വചനത്താൽ വെളിപ്പെട്ട ശേഷം എന്നൊരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ ദൈവം വെളിപ്പെടാൻ ഒരു പ്ലാറ്റ്ഫോമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി വചനം പ്രകാശിച്ചു വരുമ്പോൾ ആ വചനത്തോട് കൂടെ നാം സേവിക്കുന്ന ദൈവം ഈ ഓഡിറ്റോറിയത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അങ്ങനെയുള്ളവരിവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രസംഗത്തെക്കാൾ അപ്പുറം ദൈവം വെളിപ്പെടണം, വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഇവിടെ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരിന്ന് രാത്രി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഹൃദയം തുറന്ന്, ഞാൻ പറയാതെ നിങ്ങൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയല്ലോ, അങ്ങനെയെങ്കിൽ സ്തോത്രം ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്തേക്കുക, സ്തുതിക്കുന്നെങ്കിൽ മനസ്സ് തുറന്ന് സ്തുതിച്ചേക്കുക, ആരാധിക്കുന്നെങ്കിൽ പിടിച്ചു വെക്കാതെ ആരാധിച്ചേക്കുക, കരമടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരമടിച്ചേക്കുക. എന്ത് ചെയ്താലും ഉദാസീനത കൂടാതെ ജീവൻ തന്ന ദൈവത്തിനാണ് നാം അർപ്പിക്കുന്നതെന്നുള്ള മനോബോധത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങളുടെ കർത്തൃദാസന്മാർ തിരുവെഴുത്തിലൂടെ പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുൽപ്പിറ്റിൽ നിന്ന് പറയുന്ന ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതിനിടയിലൂടെ വ്യാപരിക്കുന്ന ഒരു അസാധാരണ ശക്തി
ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. എന്ത് സംഭവിക്കട്ടെ? എൻ്റെ മനസ്സ് തുടിക്കുകയാ. ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരും നിർബന്ധിക്കാതെ ആരാധിക്കാൻ. ചില സ്ഥലങ്ങളിലൊക്കെ പോയി 5 ആവർത്തി പറഞ്ഞാലും സ്വോത്രം പറയാത്ത ജനങ്ങളുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഈ മഹാനഗരത്തിന് നടുവിൽ വിവിധ സ്ഥലത്തിൽ നിന്ന് ഒന്നിച്ചുകൂടി ഈ ശനിയാഴ്ച രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അകം തുറന്നു വരുന്ന ദൈവമക്കൾ അത് അടയാൻ സമ്മതിക്കരുത്. ഇന്ന് രാത്രി ആശീർവാദം പറയുന്നത് വരെയും ആരാധനയുടെ അന്തരീക്ഷം ഇതിനകത്തുണ്ടായാൽ നമുക്ക് ലാഭമേ ഉണ്ടാകത്തുള്ളൂ, ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ഒന്ന് പൂർത്തീകരിച്ചിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷം വിശുദ്ധിയുടെ അന്തരീക്ഷമാണ്. അതുണ്ടായാൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരുമ്പോൾ അന്തരീക്ഷം പിന്നെ മാറും. ദൈവം ഇറങ്ങി വരുമ്പോൾ ദൈവവുമായിട്ട് പ്രതിബദ്ധതയുള്ള ജനം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്നറിയുമ്പോൾ ആ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് ആരാധന. ദൈവം ഇറങ്ങി വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം മാറും. അന്തരീക്ഷം ആരാധനയുടെ അന്തരീക്ഷമായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്വർഗം ഇറങ്ങി വന്നു കഴിയുമ്പോൾ അത് കുടുംബ പ്രാർത്ഥനയിലാണെങ്കിൽ പോലും, സ്തോത്രം, നമ്മുടെ ഒരു കോട്ടേജ് മീറ്റിങ്ങിലാണെങ്കിൽ പോലും സ്വർഗം ഇറങ്ങി വന്നെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുക. അതിന് ബഹളമെന്നല്ല പറയുന്നത്. സ്തോത്രം. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ വേണ്ടി പറയുക. ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ദൈവമക്കൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഊഷര ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് അനുഭവിക്കുമ്പോൾ അവരറിയാതെ അരുമനാഥന് കൊടുക്കുന്ന മഹത്വമാണ്, സന്തോഷ പ്രകടനമാണ്, അവന്റെ ജയത്തിലുള്ള ഘോഷിച്ചുല്ലാസമാണ് ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന വെളിപ്പെടുമ്പോൾ അന്തരീക്ഷം പിന്നെ മാറും. സ്തോത്രം. അന്തരീക്ഷം പിന്നെ മാറും. ആത്മീക യോഗത്തെക്കുറിച്ച് നമുക്കൊരു പൊതുവായ അറിവുണ്ടായിരിക്കണം. നിങ്ങൾക്കില്ലെന്നല്ല പറയുന്നത്. 121 വർഷം കർത്തൃദാസന്മാരുടെ കൈ കീഴിൽ ശുശ്രൂഷകൾ അനുഭവിച്ച ജനത്തിന് ഇതില്ലെന്നല്ല. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുകയാണ് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുകയല്ല. ആരാധനയുടെ അന്തരീക്ഷം വരുമ്പോൾ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം ദൈവസന്നിധിയായി മാറും. സ്തോത്രം. അപ്പൊ സാന്നിധ്യത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. സാന്നിധ്യത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ വീണ്ടും അന്തരീക്ഷം മാറും. സ്തോത്രം. ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ആ സാന്നിധ്യത്തിനകത്ത് ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവിടെ വിടുതലുകൾ നടക്കാൻ തുടങ്ങും. അതിനെക്കുറിച്ച് ഒരു സഭായോഗത്തിന് പ്രസംഗിക്കാനുള്ള പ്രസംഗമുണ്ട് എൻ്റെ മനസ്സിനകത്ത്. ഒരു വാക്ക് മാത്രം പറയാം. 68-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ആദ്യത്തെ വാക്യങ്ങളിൽ 2-ലോ മറ്റോ തോന്നുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: പുക പതറിപ്പോകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ പതറിപ്പോകും. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ അവിടെ ഉരുക്കം നടക്കും. സ്തോത്രം. എവിടെ? ദൈവസന്നിധിയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവസന്നിധി. പുക പതറിപ്പോകുന്നത് പോലെ അവരെ പതറിക്കുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. അപ്പൊ ദൈവസാന്നിധ്യം ഉണ്ടാകുമ്പോൾ മറ്റൊരു അന്തരീക്ഷം ഉണ്ടാകുകയാണ്. അവിടെ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 2 ഉപമാലങ്കാരങ്ങളാണ് പുക പതറിപ്പോകുക, മെഴുകുരുകുക. സ്തോത്രം. ബൈബിളിൽ അതിശയോക്തിയില്ലെന്ന് ഞാൻ ആദ്യം പറയും. എന്ത് കുത്തിനും കോമയ്ക്കും പോലും അർത്ഥമുണ്ടെന്നാണ് എന്നെ പ്രസംഗം പഠിപ്പിച്ച കർത്തൃദാസന്മാർ പറഞ്ഞത്. അതുകൊണ്ട് അതുപോലും ശ്രദ്ധിച്ച് വചനം കൈകാര്യം ചെയ്യാവോ എന്ന്. അതുകൊണ്ട് ബൈബിളിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ചുമ്മാ ബൈബിൾ തലവണ പോലെ വീർത്തിരിക്കാൻ വേണ്ടി കുറേ വാചകം എഴുതി വെച്ചതെന്ന് വിചാരിക്കുന്നില്ല. അതിനെല്ലാം ആത്മീയ അർത്ഥമുണ്ട്. പുക പതറുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഘനീഭവിച്ച് അന്തരീക്ഷത്തിൽ കട്ടികൂടി നിൽക്കുന്ന പുക. ആ പുകയിലേക്കൊരു കാറ്റടിക്കുമ്പോൾ പുക അങ്ങ് പതറും. എത്ര കറുത്ത പുകയാണെങ്കിലും വെളുത്ത പുകയാണെങ്കിലും, സ്തോത്രം, ഉരുണ്ടുകൂടി പുക തൂണുകൾ പോലെ നിന്നാലും കാറ്റടിക്കുമ്പോൾ അതിന് പറയുന്ന വാക്കാണ് പുക പതറുമെന്ന്. ഇനി പറയുന്നത് കേട്ടോ, പുക പതറിയാൽ പിന്നെ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റിയല്ല. അതിൻ്റെ തീർന്നത്. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവ സാന്നിധ്യത്തിൽ വെച്ചൊരു പ്രശ്നം തീർന്നാൽ
അത് പുക പതറിപ്പോകുന്നത് പോലെ ആയിരിക്കും. പിന്നെ ഒരു ശക്തിക്കും അതിനെ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റിയല്ല. അതുപോലത്തെ വിടുതലുകളാണ് ദൈവസന്നിധി നടക്കുന്നതെന്ന്. ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രഭാഷകൻ ഇവിടെ നിന്നാ പോരാ, ഈ അന്തരീക്ഷം മാറി വരണം. അതിനെല്ലാവരുടെയും സഹകരണം വേണം. ഇവിടെ ആരും VIP കളില്ല. കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ഇരിക്കുന്നത് സഭയുടെ ഓഡിറ്റോറിയത്തിനകത്താണെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് അന്തരീക്ഷം മാറി വരണം. ഈ രാത്രി ഇനിയും അങ്ങോട്ട് പോയി അന്തരീക്ഷം മാറും. എങ്ങനെ അറിയോ? അതിനകത്ത് ഉറച്ചു നിന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഇറങ്ങി വന്ന സാന്നിധ്യം അവിടെ ഒരു വെപ്രാളം കാണിച്ചിട്ട് പോകത്തില്ല. ഒരുക്കമുള്ള ജനത്തിന്റെ മേൽ യഹോവയുടെ പെട്ടകത്തിൽ ആവഹിച്ചതുപോലെ ആ വന്ന ജനത്തിന്റെ മേൽ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. അവര് പോകുന്ന വഴിക്ക് ആ ചെല്ലുന്നിടത്ത് കാലുകുത്തുമ്പോൾ സാന്നിധ്യമായി പോകുന്നവർ കാലുകുത്തുന്നിടത്ത് ഇവിടെ പുക പതറിയതുപോലെ അവിടെയും വിഷയങ്ങൾ പതറാൻ തുടങ്ങും. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് ഒരു പ്രസംഗം കൊണ്ട് അവസാനിക്കുന്നതല്ല വിശുദ്ധന്മാരുടെ യോഗം, ഒരാരാധന കൊണ്ട് തീരുന്നതല്ല. ഇതിന്റെ പുറകിൽ ചങ്ങലക്കണ്ണികൾ ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ വളരെ ഗൗരവതരമായി ആത്മീയതയെ പരിശോധിച്ചാൽ സഭായോഗം നടത്തുന്ന കർത്തൃദാസന്മാരടക്കം നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ പുറകിൽ നമ്മളെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ അന്തരീക്ഷം മാറ്റിയെടുക്കണം. ഒരു പുതിയ സ്ഥലത്ത് പ്രവർത്തിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ആമുഖം ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല, പ്രസംഗം തുടങ്ങാൻ സമയമായെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുക, ഒരു അന്ധകാര ശക്തികൾ തേർവാഴ്ച നടത്തുന്ന ദേശത്താണെങ്കിലും അന്തരീക്ഷം മാറ്റിയെടുത്താൽ അവിടെ ദൈവപ്രവൃത്തി ഉണവുണ്ടാക്കാം. ഈ രാത്രി 2026 ദൈവമായ കർത്താവ് ഒരു പുതുക്കമുള്ള ഹൃദയം നമുക്ക് തരട്ടെ. ഒരു പുതുക്കമുള്ള ശുശ്രൂഷ ദൈവം നമുക്ക് തരട്ടെ. ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് 2026 ഏറ്റവും വലിയ ലക്ഷ്യം, സ്തോത്രം, എൻ്റെ ദൈവമേ, ഞാൻ ചെന്ന് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം, അവിടെ വ്യാപരിക്കുന്ന കൈയടക്കുന്ന ദേശാധിപത്യ ശക്തികളുടെ മേൽ വ്യാപരിക്കുന്ന ആ അധികാരത്തിന്റെ മേൽ ഇവിടെ നിന്നൊരു സാന്നിധ്യവുമായി പോകാൻ അങ്ങനെ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. സ്തോത്രം, ഇന്ന് രാത്രിക്കാലം ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ വീട്ടിലേക്ക്, നിന്റെ വേല സ്ഥലത്തേക്ക്, നീ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സാന്നിധ്യവുമായി പോകാൻ യഹോവയുടെ പെട്ടകം പോയതുപോലെ യെരിഹോ മതിലുകളെ തകർക്കാൻ, ദാഗോന്റെ ശക്തികളെ ഉടയ്ക്കാൻ, യോർദാനെ പിളർന്ന് അക്കരെ കയറ്റാൻ, സ്തോത്രം, ഹല്ലേലൂയ, അതുപോലത്തെ ചില ദൈവപ്രവർത്തികൾ നടക്കാൻ സാന്നിധ്യത്തിന്റെ ഒരു അന്തരീക്ഷം ഞങ്ങളിൽ സംജാതമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ, ആ വഴിയോരത്ത് പോലും ഉണ്ടെങ്കിൽ, അവരിന്ന് രാത്രിക്കാലം വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ ചെല്ലുന്നിടത്ത് സാന്നിധ്യം കൊണ്ട് നിറച്ച് അവരെ വിടുതലുകൾ അനുഭവിപ്പിച്ച് അവരിലൂടെ ദൈവ സാന്നിധ്യം നിറച്ചുവിട്ട് അവര് ചെല്ലും നടത്തും. ദൈവപ്രവർത്തികളെ നടത്താൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഒരു 10-20 സെക്കൻഡ് കൂടെ ആത്മാവിൽ ആരാധിക്കുന്നവരുടെ കൂടെ നിന്ന് സ്തോത്രം ചെയ്ത് പരിശുദ്ധാത്മ ശക്തിയോടെ അന്യഭാഷ പറയാൻ നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ ആത്മശക്തിയോടെ ആത്മാവ് ശക്തിപ്പെടട്ടെ, ബലപ്പെടുത്തട്ടെ, ബലഹീനതകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് വചനം വിഭാഗിക്കുമ്പോഴേക്ക് ഇതിനകത്ത് ചിലരെ സ്വർഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവേ, രാത്രി അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് മാത്രം നടക്കട്ടെ, അത് മാത്രം നടക്കട്ടെ. കർത്താവേ, ഈ ആമുഖത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചതിലപ്പുറം എന്തോ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ചിലർ മടങ്ങി പോകുമ്പോൾ അവരെ വെറും കൈയോട് അയക്കരുത്. 5000 പുരുഷന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ അങ്ങേക്ക് അവരോട് കരുണ തോന്നി. അവർ ദൂരത്തു നിന്ന് വന്നവരാണ്, അവര് വഴിയിൽ തളരരുത്. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത കൊല്ലം ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ ഇവര് തളർന്നു വരരുത്. ജയിച്ചു വരേണ്ടതിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ സാന്നിധ്യം
രക്തത്താൽ 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 എൻ്റെ വീട്ടിലേക്ക് ആ സാന്നിധ്യം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം, അവർ മാത്രം ഒരു 10 സെക്കൻഡ് കൂടി കണ്ണുകളടച്ച് ഏകാഗ്രതയോടെ സ്തോത്രം ചെയ്യണം. കർത്താവേ, ആ സാന്നിധ്യത്തിന് എൻ്റെ വീട്ടിൽ ചിലത് ചെയ്യാനുണ്ട്. അന്തരീക്ഷം, എൻ്റെ വീട്ടിലെ അന്തരീക്ഷം ഒന്ന് മാറാനുണ്ട്. എൻ്റെ സഭയുടെ അന്തരീക്ഷം ഒന്ന് മാറാനുണ്ട്. കർത്താവേ, അതിന്ന് രാത്രി ദൈവം ചെയ്യാൻ തുടങ്ങുന്നത്, അതിന്ന് രാത്രി മാർമികമായി വെളിപ്പെടുന്നത് ഞാൻ അറിയുന്നു. നിങ്ങളുടെ പായം നോക്കണ്ട, നിങ്ങളുടെ പഴക്കം നോക്കണ്ട, സ്വർഗം അത് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഇത് ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ വചനത്തിൽ വെളിപ്പെടുന്നവൻ നിന്റെ കൂടെ സാന്നിധ്യമിട്ട് ചെല്ലുന്നിടത്ത് മഹാനതന്റെ പ്രവൃത്തി വെളിപ്പെടും. കണ്ണുകളടച്ചൊരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെ സംഭവിക്കട്ടെ. പരിശുദ്ധ പിതാവേ, 2000 വർഷമായി ലോകത്തെ മാറ്റിയത് ഞങ്ങളുടെ ബുദ്ധിയല്ല, ഞങ്ങൾ പഠിച്ചതല്ല, ഞങ്ങളിൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യമാണ്. പിതാക്കന്മാർ ഒന്നും അറിയാത്തവരായി നാടുവിട്ട് അവരെ ഏൽപ്പിച്ച സ്ഥലത്ത് അപരിചിതരുടെ നടുവിൽ ദൈവരെ നിർത്തിയപ്പോൾ ഇന്ന് കാണുന്ന സൗകര്യങ്ങളെല്ലാം അടുത്ത തലമുറ അനുഭവിക്കത്തക്ക രീതിയിൽ യോശുവയോട് പറഞ്ഞതുപോലെ ദേശത്തെ പിടിക്കാൻ ഒന്നുമില്ലാത്തവർക്ക് ലഭിച്ചത് ദൈവ സാന്നിധ്യമാണ്. ഇന്ന് രാത്രി ഞങ്ങളത് ഓർക്കുന്നു കർത്താവേ. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളത് ഓർക്കുന്നു. ഈ രാത്രി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ദൈവഭക്തന്മാർക്ക്, വിശ്വസിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മടങ്ങാൻ ഒരവസരം ദൈവം ഒരുക്കണേ. എൻ്റെ ഹൃദയം ഇന്ന് രാത്രി ഞാൻ എന്തിനു പ്രസംഗിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ആരുടെ മേലോ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കാൻ. അവരെത്ര ദൂരം മടങ്ങിപ്പോകുന്നവരാണെങ്കിലും ചെല്ലുന്നിടത്തേക്ക് തിരുസാന്നിധ്യം കൊണ്ട് പോകുവാൻ ഇന്ന് രാത്രി ദൈവം അനുവദിക്കണം. അതിനു വേണ്ടി ദൈവം വചനം വ്യാഖ്യാനിപ്പാൻ കൃപ തരണം. അങ്ങനെ ഒരു ഉണർവ് കൂടെ പ്രതീക്ഷിക്കുന്നവരിലൂടെ ദൈവം ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരമുയർത്തി പ്രതീക്ഷയോടൊരു സ്തോത്രം കൂടി പറയാമോ? എല്ലാവരും കൂടി ചേർന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ വളരെ പരിചിതമായിരിക്കുന്നൊരു വേദവാക്യമാണ് ഞാൻ ഇവിടേക്ക് പോരുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഹൃദയംഗമായി ദൈവത്തോട് ചോദിച്ച് മനസ്സുകൊണ്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത്. ആ വാക്യം ഒന്ന് ഉച്ചഭാഷണിൽ കൂടെ വായിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ കർത്തൃദാസന്മാരടക്കമുള്ള ദൈവമക്കൾക്ക് പരിചയമായ വാക്യമായിരിക്കാം. പക്ഷേ അതിൽ നിന്ന് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾക്ക്, നമ്മളെ ആരെങ്കിലും പുതുതായി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞതിലപ്പുറം അറിയാൻ ഒരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വിശുദ്ധ ബൈബിളിലെ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ദയവായിട്ട് വായിച്ചു കേൾപ്പിക്കും. 1 പത്രോസ് 5:6. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അടുത്ത വാക്ക്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. മതി. സ്തോത്രം. 6-ാം വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എൻ്റെ വായനയിലും പഠനത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. പത്രോസ് 1-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ദൈവികമായിരിക്കുന്ന വെളിപ്പാടും ദൈവിക ചിന്തകളുമാണ്. പക്ഷെ അതെല്ലാം പത്രോസ് അവതരിപ്പിച്ചിരിക്കുന്നത്
പത്രോസിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ്. സ്വന്തം അനുഭവത്തിലൂടെ അങ്ങനെ ഒരു അവകാശം ദൈവം പ്രഭാഷകർക്കും പ്രവാചകന്മാർക്കും സുവിശേഷകർക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, അതിനാവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. കർത്താവ് ഇപ്പോൾ വന്ന് പറയുക, ഇന്ന് രാത്രികാലം ഇവിടെ വന്നിട്ട് രക്ഷയെക്കുറിച്ച് പറയണം എന്ന് എന്നെ ഭരമേൽപ്പിച്ചാൽ നിങ്ങൾ തരുന്ന 1.5 മണിക്കൂർ സമയം രക്ഷയെക്കുറിച്ച് എങ്ങനെ പറയണമെന്നുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ജനപ്രിയ പ്രസംഗികരൊക്കെ ഉണ്ടാകുന്നത്. എല്ലാം ഒരുപോലെയാണെങ്കിൽ, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കേൾക്കുമ്പോഴാണെങ്കിൽ എല്ലാം ഒരുപോലെ അല്ലേ ഇരിക്കുകയുള്ളൂ. സ്തോത്രം. അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അതെങ്ങനെ വേണം എന്ന് ചിന്തിക്കാനും കൈകാര്യം ചെയ്യാനും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. സ്തോത്രം. സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ കാര്യം പറയാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അവരവരുടെ അനുഭവത്തിലൂടെ ആ കാര്യം പറയാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. നമ്മുടെ വല്യപ്പന്മാരുടെ കാലത്ത് ദൈവമായ കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഓർമ്മയിൽ നിന്നെടുത്ത ആ കാര്യം പറയാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആനുകാലികമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം തരുന്നുണ്ട്. സ്തോത്രം. ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നത് ദൈവം എഴുത്തുകാർക്കും പ്രഭാഷകർക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പൗലോസിൻ്റെ എഴുത്തുകളും പത്രോസിൻ്റെ എഴുത്തുകളും തമ്മിൽ പരിശോധിക്കുമ്പോൾ ഈ പത്രോസ് തന്നെ പറയുന്നുണ്ട്, സ്തോത്രം, പൗലോസിൻ്റെ എഴുത്തുകളിൽ പലതും ഗ്രഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1-2 കർത്തൃദാസന്മാർ വായിച്ചിട്ടുണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്യും. സ്തോത്രം. മറ്റുള്ളവരും വായിച്ചിട്ടുണ്ടാകും, പക്ഷേ മിണ്ടാതിരിക്കുന്നതിൻ്റെ രഹസ്യം എനിക്കറിയാം. ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ചതല്ലേ, ഇയാൾ തന്നെ മേസ്ത്രി മേക്കാട്ടും ഒക്കെ തന്നെ അയക്കും. ചാന്തും കൂട്ടി കല്ലും ചുമ്മി തേച്ച് കൂട്ടിയിട്ട് പൊക്കും. അങ്ങനൊരു മനോഭാവത്തിൽ ഇരിക്കുന്നതെങ്കിൽ സ്തോത്രം, നമുക്ക് കുറേ പോയിന്റുകൾ കിട്ടത്തുള്ളൂ. നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഇന്ന് രാത്രി ദൈവം എന്തെങ്കിലും ചെയ്യും. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, പൗലോസിൻ്റെ എഴുത്തുകൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? പൗലോസിൻ്റെ എഴുത്തുകൾ പലതും തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തേക്കാൾ തനിക്ക് കിട്ടിയ വെളിപ്പാടും അറിവുമൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. മീൻ പിടിക്കാൻ നടന്ന പാവപ്പെട്ട പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ അറിവില്ല, അഗാധമായ നീണ്ട. പൗലോസ് നല്ല വായനക്കാരനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം. പൗലോസ് നല്ല യാത്രികനായിരുന്നു. സ്തോത്രം. യാത്രകൾ തന്നെ ഒരു മനുഷ്യൻ്റെ മൈൻഡ് മാറ്റും. സ്തോത്രം. വല്ലപ്പോഴും ഒക്കെ ഒരു സുവിശേഷ യാത്ര നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെല്ലുവാണെങ്കിൽ മിക്കവാറും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മാറിയേ വരുള്ളൂ. നമ്മുടെ പെരയ്ക്കകത്ത് തന്നെ കിടന്ന് കറങ്ങി ഇവിടുത്തെ മാത്രം കറങ്ങി പോകുമ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ കുളത്തിലെ തവളെ പോലെയാണ്. പഠിക്കാൻ പോയ കാലത്ത് പഠിക്കാനൊന്നും പറ്റിയില്ല, എന്തുകൊണ്ടോ. പക്ഷെ അവസരം കിട്ടിയാൽ എവിടെന്നെങ്കിലുമൊക്കെ നമ്മളെ മാറ്റാനുള്ള വഴി ദൈവാത്മാവിൽ ഉണ്ടാക്കണം. ഭയങ്കര യാത്രികനാണ്. സ്തോത്രം. അത് ആ എഴുത്തുകളിൽ നിന്ന് തന്നെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിൽ പോലും ഞാൻ നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നതുകൊണ്ടൊരു തെളിവ് പറയാം. മത്തായിയും മർക്കോസും ഒക്കെ സുവിശേഷത്തിനകത്ത് ഗലീല കടൽ എന്ന് എഴുതിയിരിക്കുന്നത്, ഗലീല കടൽ. പക്ഷെ ലൂക്കോസിന്റെ എഴുത്തുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഗലീല തടാകം. സ്തോത്രം. കടലും തടാകവും തമ്മിൽ എന്നാ വ്യത്യാസമുണ്ട്? എന്നാ കാരണം എന്നറിയാം? മറ്റവരെല്ലാം യാത്രയൊന്നും ചെയ്തിട്ടില്ല. അവരവരുടെ ഗ്രാമത്തിലൂടെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൂ. അവർ ഈ തടാകം കണ്ടിട്ട് കടലാന്നൊക്കെ ഓർത്തിരുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കാം, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് റോളില്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യം ദൈവം തരുന്നുണ്ട്. പക്ഷെ ലൂക്കോസ് പൗലോസിന്റെ സഹയാത്രികനായിരുന്നതിൻ്റെ പേരിൽ ഒരുപാട് യാത്ര. അയാൾ കടൽ കണ്ടിട്ടുണ്ട്, തിരമാല കണ്ടിട്ടുണ്ട്, തെര കണ്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇതെല്ലാം ഉള്ളതിൻ്റെ പേരിൽ ഇതിനകത്തല്ല ഈ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു നിന്നാൽ ഇന്ന് രാത്രിക്കാലം അധികം സമയം എടുക്കേണ്ടി വരും. പക്ഷെ ദൂതിലേക്ക് കിടക്കാൻ സമയം നമുക്ക് ആവശ്യമായതിൻ്റെ പേരിൽ ഞാൻ ആ ഭാഗങ്ങൾ വിട്ടിട്ട് പറയാം. പത്രോസ് തൻ്റെ ലേഖനത്തിനകത്ത് പലതും എഴുതിയിരിക്കുന്നത് തൻ്റെ അനുഭവത്തിലൂടെയാണ്. അത് മാത്രം
പ്രസംഗിക്കാൻ നോക്കിയാൽ, ഞാൻ ഈ ലേഖനം ദൈവസന്നിധിയിൽ നിന്ന് ഗ്രഹിച്ച് പഠിച്ചപ്പോൾ അത് മാത്രം ഞാൻ കുറേ എൻ്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രി പറയാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ലല്ലോ. സ്തോത്രം. അത് മറ്റൊരു സന്ദർഭത്തിലൊക്കെ അവസരം കിട്ടിയാൽ ആ മുഖാന്തരങ്ങളൊക്കെ നമുക്ക് വിനിയോഗിക്കാം. ഇപ്പം ഞാൻ ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്യം, സ്തോത്രം, ഈ 6-ാം വാക്യത്തിൻ്റെ ഉള്ളടക്കം ഉയർച്ച എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഉയർത്തും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഉയർത്തുക, അപ്ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക. സ്തോത്രം. മനുഷ്യൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എപ്പോഴും മനുഷ്യൻ്റെ അകത്തുണ്ട്. അധപ്പതനങ്ങൾ സംഭവിച്ചവനാണ് മനുഷ്യൻ. അവിടെ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഉയർന്നു വരണമെന്ന് എപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട്. ഉയരാൻ ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അതിൻ്റെ പുറകെയൊക്കെ പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ചതിയും കളിപ്പീരും ഒക്കെ പറ്റുന്നത്. സ്തോത്രം. അടച്ചങ്ങ് കുറ്റം പറയരുത്. അതിൻ്റെ പുറകിലെ മനഃശാസ്ത്രം കൂടി മനസ്സിലാക്കണം. മനുഷ്യൻ ശരിക്കും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായിരുന്നു. അവൻ ഉയർന്നിരുന്നവനായിരുന്നു, വാഴാനുള്ളവനായിരുന്നു. അവനെ പിശാച് പറ്റിച്ച് താഴെ കളഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഹൃദയത്തിനകത്ത് പൊങ്ങി വരാനുള്ളൊരു വ്യഗ്രതയുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മനുഷ്യനുണ്ട്. ഞാൻ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. സ്തോത്രം. പത്രോസ് ഇവിടെ ഈ വാക്യത്തിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉയർച്ച എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഉയർത്തുക. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ അന്തർലീനമായിട്ടുണ്ട്. ആ 4 കാര്യങ്ങളൊന്ന് വിഭജിച്ചിട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഉയർച്ച എന്ന വിഷയത്തെക്കുറിച്ച് ഈ വാക്യത്തിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, പത്രോസ് പറയുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഒന്നോടെ പറയാം, ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. സ്തോത്രം. പത്രോസ് പറയുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. രണ്ടാമത്തത്, ഉയർത്താനൊരു കാരണമുണ്ട്. മൂന്നാമത്തത്, ഉയർത്താനൊരു സ്ഥലമുണ്ട്. നാലാമത്തത്, ഉയർത്താനൊരു സമയമുണ്ട്. അത്രയും മനസ്സിലായവർ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ. ഒന്നോടെ ആവർത്തിക്കാം. ഉയർത്താനൊരു ദൈവമുണ്ട്, ഉയർത്താനൊരു കാരണമുണ്ട്, ഉയർത്താനൊരു സ്ഥലമുണ്ട്, ഉയർത്താനൊരു സമയമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ പറ്റിയ കക്ഷി ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ പത്രോസ് തന്നെ. അത് പൗലോസിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചില്ല. എന്തോരം കാര്യങ്ങൾ പൗലോസ് പറഞ്ഞ അഗാധമായിരിക്കുന്ന മർമ്മങ്ങൾ മനുഷ്യൻ ഉപകരിക്കപ്പെടുന്നത് എഴുതി. എന്നാൽ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിക്കാത്ത ഈ കാര്യം ദൈവം പത്രോസിനെ കൊണ്ട് എഴുതിപ്പിച്ചു. അതാ ശരി. അതിൻ്റെ കാരണം അത്ര താഴേന്ന് ഉയർന്നു വന്നവനാണ് പത്രോസ്. സ്തോത്രം. അതുകൊണ്ട് അനുഭവത്തിലൂടെ എഴുതിപ്പിച്ചു. ഈ ദൈവം ചവിട്ടി ഒതുക്കുന്നവനല്ല, ഈ ദൈവം പിടിച്ചിരുത്തുന്നവനല്ല, ഈ ദൈവം താഴെയിട്ട് ചവിട്ടുന്നവനല്ല, ഈ ദൈവം ഉയർത്തുന്നവനായ ദൈവമാണ്. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ആർക്ക് നിഷേധിക്കാൻ പറ്റും? ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത് ഞാൻ. സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്. ഒരറ്റം മാത്രം കേട്ടിട്ട് സ്തോത്രം കൺവെൻഷന് വിളിച്ചിട്ട് ഉയർത്തിയിട്ട് പോയി എന്ന് പറയരുത്. എൻ്റെ പ്രസംഗ വിഷയം ദൈവമാണ്. അവസാനം വരെ കേൾക്കണം. ആർക്ക് നിഷേധിക്കാൻ പറ്റും? വേദപുസ്തകത്തിനകത്ത് മുഴുവൻ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ചില ആളുകൾ പറയാറുണ്ട്, എന്നോട് ഞാൻ സുവിശേഷം പറയാൻ നടക്കുന്നത്. ഇപ്പോഴും ഞാൻ ആളുകളോട് ഫേസ് ടു ഫേസ് സുവിശേഷം പറയുന്ന ആളാണ്. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കൺവെൻഷനിൽ വന്ന് പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടുന്നത്. സ്തോത്രം. ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷം, ആളുകളെ കൈ കിട്ടിയാൽ അവരെ പിടിച്ചിരുത്തി, സ്തോത്രം, മൈക്കും വേണ്ട, ഒന്നും വേണ്ട, പിടിച്ചിരുത്തി പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നുവാസറേ, ഇതൊക്കെ ഇപ്പം ദൈവം ഉയർത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ആരാ ഉയരായിരുന്നിട്ടുള്ളത്? കാലം മാറി. ഇപ്പം എല്ലാവരും മാറിയില്ല. പണ്ടെല്ലാവർക്കും ഓലപ്പരയായിരുന്നു, ഇപ്പം ആർക്കും ഓലപ്പരയുള്ളത്? കാലം മാറിയതിൻ്റെ അല്ലേ? കാലം മാറിയിട്ട് ഉയരാത്ത എത്രയോ പേരെ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഉയരുക എന്ന വാക്കിനെ തെറ്റിദ്ധരിക്കരുത്, അല്ലെങ്കിൽ ഉയർത്തുക എന്നുള്ള വാക്കിനെ തെറ്റിദ്ധരിക്കരുത്. ബംഗ്ലാവിൽ താമസിച്ചു, കൊട്ടാരത്തിൽ പാർത്തു, 40 ലക്ഷത്തിൻ്റെ കാറിൽ നടന്നു എന്നതല്ല ബൈബിള് പറയുന്ന ഉയർച്ച. ബൈബിൾ പറയുന്ന ഉയർച്ച എന്ന് പറയുന്നത് ദൈവം എന്തിനാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, ഓരോരുത്തരെ കുറിച്ച് ദൈവം എന്താണോ പ്ലാൻ ചെയ്തത്, ആ നിലയിലേക്ക് മനുഷ്യനെത്തുക.
അവിടെ എത്തുമ്പോൾ അവന് സമാധാനം ഉണ്ടാകും, അവിടെ എത്തുമ്പോൾ അവന് സ്വസ്ഥത ഉണ്ടാകും, അവിടെ എത്തുമ്പോൾ അവന് നീക്കുബാക്കി ഉണ്ടാകും, അവിടെ എത്തുമ്പോൾ അവന്റെ മുഖം ശോഭിക്കും. ആ ലെവലിൽ എത്തുമ്പോൾ അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവിടെ എത്തുമ്പോൾ സ്വത്ര അവന്റെ ജീവിതം തന്നെ ധന്യമാകും. അതിനാണ് വേദപുസ്തകം ഉയർച്ച എന്ന് പറയുന്നത്. അതിന് വിധേയപ്പെടുമ്പോൾ ഒരു കോംപ്ലിമെന്റ് പോലെ ചിലപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തരുന്ന നന്മകൾ കണ്ടേക്കാം. പക്ഷേ സ്തോത്രം, നന്മകൾ എന്നതിനേക്കാൾ അപ്പുറം ദൈവം ഉദ്ദേശിച്ച ലെവലിലെത്തുക. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ ഈ വർഷത്തിൻ്റെ അധ്യക്ഷൻ ആദ്യം ഓർപ്പിച്ചുള്ളൂ, ഇന്ന് 10 ദിവസമേ പിന്നിട്ടുള്ളെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കുക. ഈ വർഷത്തിന് 10 ദിവസമേ കഴിഞ്ഞുള്ളൂ. ഇനി 355 ദിവസം കൂടി ബാക്കിയുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ എത്ര പേർക്ക് ഇതിനകത്തിരുന്ന് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? എൻ്റെ കർത്താവ് എന്നെ ഉദ്ദേശിച്ച ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, ഈ ആണ്ട് ഞാൻ കണക്ക് കൂട്ടി എഴുതി വെച്ചിരിക്കുന്ന പണം വെട്ടിവെച്ച് പ്രാർത്ഥിക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് തരണമെന്നല്ല. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചപ്പോൾ, എന്റെ ദൈവം എന്നെ ചോര കൊണ്ട് മുദ്ര വെച്ചപ്പോൾ, എന്റെ കർത്താവ് എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയപ്പോൾ, എന്നിൽ പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ, എന്റെ ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ, എന്റെ കർത്താവ് എന്നെ ഈ ദേശത്തേക്ക് ദൈവിക ഭാരം തന്ന് വിട്ടപ്പോൾ, അങ്ങ് എന്നെ കുറിച്ച് എന്താണോ ഉദ്ദേശിച്ചത്? എന്റെ പ്രായം ഇത്രയുമായി, ഈ ആണ്ടിൽ എനിക്ക് ആ ലെവലിൽ എത്താൻ പറ്റണമെന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാം, എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ആ ലെവലിലൊന്ന് എത്തണമെന്ന്? എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ഉയരണം എന്ന് പറഞ്ഞാൽ സ്വത്രം ജംബോ പാസ്പോർട്ടും കൊണ്ട് എല്ലാ ദിവസവും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പറന്നു പൊങ്ങണമെന്നല്ല. സ്വർഗം എന്താണോ നിന്നെ അഭിഷേകം ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത്, ആ ലെവലിലെത്തണം. അതിന് മനസ്സുള്ളവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി അവരുടെ രാത്രിയാണ്. സ്തോത്രം. നമ്മൾ കുറെ അജണ്ട തയ്യാറാക്കി, ഇവിടുത്തെ പുതിയ ആൾക്കാർ പറയുന്ന പോലെ സ്തോത്രം, നമുക്ക് വേണ്ടതിൻ്റെ പടവും വെട്ടിവെച്ച് അത് ഒട്ടിച്ച് അത് നമ്പുരാനെ കാണിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അത് കിട്ടുന്നതല്ല ബൈബിൾ പറയുന്ന ഉയർച്ച. അതല്ല ഞാൻ പ്രസംഗിക്കുന്ന ഉയർച്ച. എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചൊരു നാട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ പ്രതീക്ഷയേക്കാൾ എൻ്റെ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. അവിടെ ഞാൻ എത്തിയാൽ സ്വർഗം പറയും, നീ എൻ്റെ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം ഉയർന്നു. അതല്ലേ ശരി? ഇന്ന് രാത്രി അതിന് തക്കവണ്ണം ഉയരാതെ നമ്മുടെ ലക്ഷ്യം തെറ്റിച്ച് നമ്മളൊരു അജണ്ട തയ്യാറാക്കി അതിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ നോക്കുന്നെങ്കിൽ, ഈ ആണ്ടിന്റെ 10-ാം ദിവസം രാത്രി യേശുവിന്റെ നാമത്തിൽ അത് കീറിക്കളഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഇച്ഛയ്ക്ക് തക്കവണ്ണം എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തോട് പറ, അതുപോലൊരു ഉയർച്ച ഈ ആണ്ടിൽ ഞങ്ങളുടെ സഭയ്ക്കുണ്ടാകണം, ഞങ്ങൾക്കുണ്ടാകണം. ആനുകാലിക പ്രസക്തമായ സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാലോ, കർത്താവ് ഉയർത്താൻ ആഗ്രഹിച്ച പോലെ ആണോ ഇപ്പോൾ ഉയരുന്നതെന്ന് നമുക്കറിയാലോ. അതിലേക്കൊന്നും പോകാതെ ദൈവം ആഗ്രഹിച്ച ലെവലിൽ വരാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണം. ഞാൻ ഈ 4 കാര്യങ്ങൾ എനിക്ക് ലഭിച്ച സമയക്ലിപ്തതയ്ക്കകത്ത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യത്തെ വാക്ക് പത്രോസിനെ കൊണ്ടാണ് ഇത് എഴുതിപ്പിച്ചത്. കാരണം നന്ദികേട് കാണിക്കാൻ പറ്റിയല്ലോ, അത്രയും താഴെ കിടന്നവനെ ദൈവം അത്രയും ഉയർത്തി. വേദപുസ്തകത്തിനകത്ത് മുഴുവൻ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നാട്ടുകാർ പറയും, വലിയ ബുദ്ധിമാന്മാർ പറയും കാലം മാറിയതിൻ്റെയാണ്. ഇവിടെ അങ്ങനെ കാലം മാറുമ്പോൾ നീയും മാറും എന്നല്ല എഴുതിയിരിക്കുന്നത്. ആ വാക്കൊന്നോടെ നോക്കിയേ. സ്തോത്രം. ദൈവം, അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങൾ തന്നെ ഉയർന്നോളൂ എന്നല്ല, ദൈവം ഉയർത്തേണ്ടതിന്. ഇവിടെ പിതൃസ്വത്വം കൊണ്ട് ഉയർന്നവർ കണ്ടേക്കാം, കമന്ന് വീണ കാപ്പണമെന്ന് ഞങ്ങളുടെ നാട്ടുകാർ പറയും. എന്നതുപോലെ എവിടെ പിടിച്ചാലും കാശ് കൊണ്ട് പൊങ്ങുന്നവർ കണ്ടേക്കാം, അങ്ങനെയൊക്കെ ഉയർന്നവർ കണ്ടേക്കാം. പക്ഷേ അതിനൊന്നും കഴിവില്ലാതെ ദൈവത്തെ മാത്രം നോക്കിയിരുന്നവനെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. സ്വത്രം. ആരുടെയും കാല് പിടിക്കാതെ, രാഷ്ട്രീയത്തിൽ ചേരാതെ, ഏത് സഭാ രാഷ്ട്രീയത്തിൽ പോലും ചേരാതെ, കർത്താവിന്റെ കൃപയിൽ നിന്ന് സ്വർഗമാണ് വിളിച്ചതെന്നുള്ള മനോബോധത്തോടെ ഒരു കാൽക്കലും പോയി വീഴാതെ ദൈവം തന്നെ അഭിഷേകത്തിൽ പിടിച്ചു നിന്നവരെ, അവരുടെ തലമുറകളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ പ്രസംഗം ഞാൻ ഈ പട്ടണത്തിൽ സ്തോത്രം പ്രസംഗിക്കുമ്പോൾ എന്നിലേക്ക് ഞാൻ നോക്കാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ നീതികേടും നന്ദികേടുമാണ്. ഞാൻ ഈ പട്ടണത്തിൽ ജീവിക്കാൻ വേണ്ടി അത്യുത്വാനം ചെയ്ത്, കഠിനാധ്വാനം ചെയ്ത് കറങ്ങി നടന്നൊരു മനുഷ്യൻ. എൻ്റെ ജീവിതത്തിൻ്റെ
ബാല്യം വിട്ട് കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കയറുന്ന പ്രായം. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ തകർന്ന കാലം. എൻ്റെ സ്വദേശം ഇവിടെ അടുത്ത് ചോറ്റാനിക്കരയാണ്. എറണാകുളം പട്ടണത്തിൽ എൻ്റെ ജീവിതം വളർന്നു വരുന്ന സമയത്ത് ഇവിടെ അടുത്ത് പച്ചാളം എന്ന സ്ഥലം, അവിടുന്ന് സ്തോത്രം ചില സാധനങ്ങൾ, അവിടെ ഒരു കൊച്ചു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനി ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ സാധനങ്ങൾ. അത് ഞാൻ ചാക്കിൽ വാരിക്കെട്ടി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് KSRTC സ്റ്റാൻഡിൽ നിന്ന് വിൽപ്പനക്കാരനായി എൻ്റെ വീട്ടിലെ തകർച്ചയ്ക്ക് പരിഹാരത്തിന് വേണ്ടി പാതി വഴി വിദ്യാഭ്യാസം കളഞ്ഞിട്ട് കറങ്ങി നടന്നൊരു കാലമുണ്ട്. എൻ്റെ പ്രയത്നം കൊണ്ടൊന്നും നടന്നില്ല. ആ കാലഘട്ടത്തിൽ എൻ്റെ അധ്വാനം കണ്ടിട്ടായിരിക്കാം കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചത്. സ്തോത്രം. അനുസരിക്കാൻ അന്ന് അല്പം മടിയുണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ഇന്ന് തിരിഞ്ഞു നോക്കി കണ്ണുനീരോടെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1000 നന്ദി ഞാൻ പറയും. അന്ന് സംശയമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് 10-32 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഈ പ്രദേശത്തൊക്കെ തെക്കൻ നാടുകളിൽ നിന്ന് വന്ന കർത്തൃദാസന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. സഭകളിലൊക്കെ കൂടിയ 5-6 കുടുംബങ്ങൾ മാത്രം, അതും തീർത്തും പാവപ്പെട്ടവരും ദരിദ്രരും. അവർ കൊടുക്കുന്ന പിടിയേരി കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ലാതെ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പൈസ കൊടുക്കാനില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അന്നും ഇന്നും പുരയിടത്തിൽ പണി ചെയ്യുമോ 2 പേരും, കപ്പയും കാച്ചിലും ചേനവും ചേമ്പും ഏത്തക്കായും എല്ലാം. അങ്ങനെ പലവട്ടം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹൃദയത്തിനകത്ത് വെളിപ്പാടൊന്നും അല്ലൊരു തോന്നലുണ്ടാകും. ഡിനോമിനേഷൻ ഒന്നുമില്ലാതെ, ശാരോനോ IPCയോ ചർച്ചോ കോഡോ ഒന്നുമില്ലാതെ ഇന്നിടത്തെ കർത്തൃദാസൻ ബുദ്ധിമുട്ടിലാണെന്നൊരു തോന്നൽ വരുമ്പോൾ പപ്പയുടെ കയ്യിൽ അന്നൊരു സൈക്കിളിൻ്റെ പുറകിൽ പ്ലാസ്റ്റിക് ചാക്കിനകത്ത് കെട്ടി സാധനങ്ങളെല്ലാം കൊടുത്തയക്കും. അവിടെ സൈക്കിൾ കൊണ്ട് ചെല്ലുമ്പോൾ അവർ കണ്ണുനീരോടെ ഏറ്റെടുത്തിട്ട് കരഞ്ഞിട്ട് പറയും, സ്തോത്രം, കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. സ്തോത്രം. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാലത്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ എൻ്റെ ജീവിതവും അതിനേക്കാൾ കഷ്ടമാകുന്നുള്ള ഭയം കൊണ്ട് ഞാൻ ദൈവത്തോട് 1.5 കൊല്ലത്തോടൊന്നും മല്ല് പിടിച്ചു. ബാക്കി എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ നാട്ടിൽ തീരദേശ സുവിശേഷ സംഘടന എന്ന് പറയുന്ന സംഘടന അന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ അന്ന് ഹാൻഡ് മൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോടൊരു നേർച്ച നേർന്നു, സ്തോത്രം, മാസത്തിൽ 2 പ്രാവശ്യം അവരുടെ മൈക്ക് ചുമക്കാൻ പൊക്കോളാം. ഈ മൈക്ക് തോളയിൽ വെച്ച് പരസ്യോഗം കഴിയുന്നവരെ നിൽക്കും. ഞാൻ ഈ വൈപ്പിനിലും ചെല്ലാനത്തും അവിടെ ഇവിടെയൊക്കെ പോയി സ്തോത്രം ആ രീതിയിൽ നിന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ ദാസൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആമുഖങ്ങളൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ എന്നും ഞാൻ പറയുന്നതാണ്, കണ്ണുനീരോടെ സ്തോത്രത്തോടെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ പറയാതിരിക്കും, ആരും ഉയർത്താനില്ലെങ്കിലും ഉയർത്തുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. പശ്ചാത്തലങ്ങളൊക്കെ മോശമാണെങ്കിലും വണ്ടിക്കൂലിക്ക് പോലും തിരിച്ചു പോകാൻ കാശില്ലാതെ ഇരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ദൈവത്തെ അറിയാത്തവരല്ല, നമ്മൾ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ ഉടനീളം അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്തോ പറയും? ഞാൻ എൻ്റെ വീട്ടിൽ ആ നിസ്സഹായ സാഹചര്യത്തിൽ കേട്ടു വളർന്നതെല്ലാം ദൈവം ഉണ്ടെന്നറിയാം. ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. സ്തോത്രം. കേട്ടു വളർന്നതെല്ലാം ദൈവത്തെക്കുറിച്ച് ഉയർത്തുന്നതിനെ കുറിച്ചല്ല, തൊടുന്നതിനും പിടിക്കുന്നതെല്ലാം എന്തുകൊണ്ടാണെന്നറിയില്ല. ഞങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ എനിക്കൊരു ബ്രദറേ ഉള്ളൂ, നിങ്ങളറിയായിരിക്കും, പാസ്റ്റർ അജി എമ്പോൾ. കൂട്ടുകാരില്ല. വീട്ടുകാരുടെ അടുക്കലേക്കൊക്കെ എന്തുകൊണ്ടോ പോകാൻ സ്തോത്രം പല കാരണം കൊണ്ട് പറ്റാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ 2 പേരും എന്തെങ്കിലും പറഞ്ഞ് ഉറക്കെ ചിരിച്ചാൽ എൻ്റെ അമ്മ പറയുന്നത് ഇന്നെന്ന വണ്ണം ഞാൻ ഓർക്കുന്നു, ചിരിക്കാതടാ, ദൈവം കോപിക്കും. അപ്പം എൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ അമ്മയുടെ തിയോളജി, പാവം സ്തോത്രം, ഗതികേടിൻ്റെ കാലത്ത് ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പരക്കെ പറഞ്ഞിരുന്നതും ഉറക്കെ ചിരിച്ചാൽ ഇല്ലേ, നിങ്ങളും അത് ഇപ്പോൾ എന്നെ നോക്കി തുറച്ചു നോക്കണ്ട, നിങ്ങളും പറയും. കുറേ നേരം ചിരിക്കുമ്പോൾ തന്നെ എന്തിനാണെന്നറിയില്ല, കരയാനാണെന്നറിയില്ല, ഒത്തിരി ചിരിക്കുന്നുണ്ടെന്ന് പറയാറില്ലേ? പറഞ്ഞിട്ടാ വന്നിരിക്കുന്നതെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാലോ. എവിടെ നിന്ന് കിട്ടിയ തിയോളജി? അപ്പം നമ്മുടെയൊക്കെ മനസ്സിനകത്ത് കിടക്കുന്ന കുറേ സംഭവമുണ്ട്. ദൈവം ഭയങ്കര കോപിഷ്ഠനാണ്. തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം ഇങ്ങനെ ചൂരവടിയും കൊണ്ടിരിക്കുന്ന കണക്ക് സാറിനെ പോലെ കണക്ക് തീർക്കാനിരിക്കുകയാണ്. ഇതൊക്കെ സത്യമാണ്. ദൈവം ന്യായാധിപതിയാണ്. പക്ഷെ വേദപുസ്തകത്തിനകത്ത് ഇന്ന് ദൈവം പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പരിപാടി നിന്നെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ഈ കോമ്പൗണ്ടിനകത്ത് കയറാതെ ഈ ശബ്ദം പുറത്തു വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പണ്ടത്തെ എൻ്റെ സ്ഥിതി പോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ഒരു പിടിവള്ളി പോലും ഇല്ലാതെ ഈ രാത്രി മടങ്ങി വീട്ടിലേക്ക് പോകണോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി പറയാ, പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങളെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തെ ഉയർത്താനാണ് സ്തോത്രം 121ാമത്തെ കൊല്ലവും ഈ യോഗം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട്
ഞാൻ ഇന്ന് രാത്രി ആത്മാർത്ഥമായി പറയുന്നു, സ്തോത്രം, തന്നെത്താനൊക്കെ ഉയരാൻ ഒരുപാട് നോക്കിയിട്ട് രക്ഷയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ നിന്നിൽ നിന്ന് പിടിവിട. നിന്റെ ദൈവം ഇന്ന് രാത്രി നിന്നെ ക്ഷണിക്കുന്നു. ഞാൻ നിന്റെ വലം കൈക്ക് പിടിക്കാം, ഞാൻ നിന്നെ ഉയർത്താം, ഞാൻ നിന്നെ ഉയർത്താം. ഉയർത്തുന്നൊരു ദൈവമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ നോക്കിയാൽ അതും ഒരു ഉപവാസ പ്രാർത്ഥനയുടെ പ്രസംഗമായി പോകും. അതിനകത്ത് എനിക്ക് പേടിയില്ല, സ്തോത്രം, ഭംഗിയുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു അനുഗ്രഹീത കൺവെൻഷനാണല്ലോ, അതുകൊണ്ട് ആ വാക്യം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉയർത്തുന്ന ദൈവം എന്നത് പത്രോസ് ഇവിടെ തറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തെ ഉയർത്തിയ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഉയർത്താനൊരു കാരണമുണ്ട്. ഉയർത്താനൊരു കാരണമുണ്ട്. ഞാനൊരു രഹസ്യം പറയാം, സ്തോത്രം. ഉയർത്താനുള്ള കാരണം 6-ാം വാക്യത്തിലില്ല. 6-ാം വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട്. അങ്ങനെയല്ലേ 6-ാം വാക്യം തുടങ്ങുന്നത്? അതുകൊണ്ട്. മതി, സ്തോത്രം, മതി, ഞാൻ പറയാം അതുകൊണ്ട്. പക്ഷെ എൻ്റെ ഒരു അനുഭവം പറയാം, ഞാനൊരു അത്ഭുതം പറയാം. ഞാൻ ഈ പ്രസംഗം ഒന്നിലധികം സ്ഥലത്ത് പ്രസംഗിച്ചു. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി പ്രസംഗിക്കുന്നൊന്നുമല്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, സ്തോത്രം, ഈ പ്രസംഗം ദൈവമായ കർത്താവ് ഇന്ന് രാത്രി ഇവിടെയുള്ളവർക്ക് അന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രസംഗ വിഭജനത്തിനകത്ത് ഉയർത്താനൊരു കാരണമുണ്ട്. ആ കാരണം 6-ാം വാക്യത്തിലല്ല, ആ കാരണം 5-ാം വാക്യത്തിലാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ 6-ാം വാക്യം വായിക്കാൻ പറഞ്ഞാലും വായിക്കുന്നവൻ മറ്റേതും കൂടി വായിച്ചേക്കണേന്ന്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാക്യമൊന്നും വായിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയല്ലോ. വായിച്ചപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ എഴുതി കൊടുത്തത് 6-ാം വാക്യമാണ്, പക്ഷെ വായിച്ചത് എവിടെ മുതലാണ്? ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല, സ്തോത്രം. ഇതൊരു പ്രാവശ്യമല്ല, ഇതെല്ലായിടത്തും സംഭവിക്കുന്നതാണ്. കാരണം ഉയർത്താനുള്ള കാരണം കിടക്കുന്നത് 5-ലല്ല 6-ലാണ്. അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് വായനക്കാരനെ കൊണ്ട് കർത്താവ് 5-ന്റെ പകുതി മുതൽ വായിപ്പിക്കും. ഇവിടെ അത് സംഭവിച്ചതിനായി സ്തോത്രം, സ്തോത്രം. 6-ാം വാക്യത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ കാരണം പുറകിലാണെന്ന് അർത്ഥം, അങ്ങനെയല്ലേ? അതുകൊണ്ട്. എന്തിനാണ് ആ കൊച്ചിനെ തല്ലിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം പുറകിൽ, അതുകൊണ്ട് ഞാൻ തല്ലി എന്ന് പറഞ്ഞാൽ കാരണം പുറകിലുണ്ട്. ഉയർച്ച എന്ന വിഷയം 6-ാം വാക്യത്തിലാണ്. പക്ഷെ ഉയർച്ചാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് 6-ാം വാക്യത്തിലല്ല, 5-ാം വാക്യം തീരുന്നിടത്ത. 5-ാം വാക്യം തീരുന്നിടത്ത് എന്താ എഴുതിയിരിക്കുന്നത്? താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഒരുത്തനെ ഉയർത്താനുള്ള കാരണം ദൈവത്തിൻ്റെ കൃപയാണ്. അത് ദൈവം ഇന്ന് രാത്രിയിലും ആ കൗണ്ടർ അടച്ചിട്ടില്ല. സ്തോത്രം. മനുഷ്യർക്ക് കൃപ കൊടുക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. സൗഖ്യം, വിടുതൽ, ഉയർച്ച, വീട്, ഇതൊക്കെ സംഭവമാണ്. ഇന്ന് രാത്രിയിലും നിന്റെ മനസ്സിനകത്ത് വാടക കൊടുക്കാൻ കാശ് പോലും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ 10-ാം തീയതിയായിട്ടും ഭാരപ്പെട്ട് തിരിച്ചു പോകാൻ മനസ്സ് പഠിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടക കൊടുക്കുന്നൊരു ദൈവം ഉണ്ടോ എന്ന് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അഡ്രസ്സ് തരാൻ അറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി തിരിച്ചു ഞാൻ പറയാം, സൗഖ്യമാക്കുന്ന ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്നറിയാം. എന്നെ സൗഖ്യമാക്കുമെന്ന് ചോദിച്ചാൽ അതും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എത്ര തകർന്നവനാണെങ്കിലും, എത്ര സ്വത്ര പാപിയാണെങ്കിലും, എത്ര ഇല്ലാത്തവനാണെങ്കിലും അവന് കൃപ കൊടുക്കുന്നൊരു ദൈവമുണ്ട്. അതിന് സഭയോ പാരമ്പര്യമോ പഴക്കമോ ഇതൊന്നും വിഷയമല്ല. സ്വത്ര യോഗ്യത നോക്കി കൊടുക്കുന്നതല്ലല്ലോ കൃപ എന്ന് പറയുന്നത്. അയോഗ്യതയുള്ള, ഒരു സാധ്യതയില്ലാത്ത, സ്വത്ര വേലിക്കകത്ത് കയറ്റാൻ പോലും കൊള്ളാത്തവരാണെങ്കിലും അവർക്ക് കൃപ കൊടുത്ത് അവരെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഉണ്ടെങ്കിൽ അവരിന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് പറയണം, എന്നെ ഉയർത്തിയത്, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ഉയർത്തിയത് എന്റെ പാരമ്പര്യമല്ല, എന്നെ ഉയർത്തിയത് എന്റെ പിതൃസ്വത്തല്ല, എന്നെ ഉയർത്തിയത് എന്റെ ഹെറിറ്റേജുകളൊന്നുമല്ല, എന്നെ ഉയർത്തിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ദൈവമക്കൾ അവരിന്ന് രാത്രി ദൈവത്തിന് അറിഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തേക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവകൃപ. പത്രോസാ ഇത് പറയുന്നത്. കൃപ ദൈവം കൊടുത്താൽ എങ്ങനെ ഉയർത്തും എന്നതിനെക്കുറിച്ച് ഒരു വാക്ക് നമ്മൾ അറിയണ്ടേ?
അതിന് നമുക്കൊരു പരിശോധന നടത്താം. പരിശോധന നടത്താം. കൃപയാണ് പത്രോസ് പറയുന്നു, നീ പേടിക്കണ്ട. നീ വല വീശാൻ പോകുമ്പോൾ നിന്നെ കാണുമ്പോൾ മീനൊന്നും വരികയല്ല. നീ ചെല്ലുന്നിടത്ത് നിനക്ക് യാതൊരു വരുമാനം ഉണ്ടാക്കി. എത്രയോ ബിസിനസ്സുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നുമാശ്രയ സ്തോത്രം. ഇന്ന് ഒരു ദിവസം ദൂരെ നിന്നൊക്കെ എന്നെ വിളിച്ച് പൗരോഷിനി പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു സഹോദരനോട് പറയും പോലെ പറഞ്ഞ് വിളിക്കും. ഒരു ദിവസം ഒരാൾ മലബാർ സൈഡിൽ നിന്ന് ഒരു 3:30-4 മണിയായപ്പോൾ എന്നോട് എന്നെ വിളിക്കുക. ഞാൻ എപ്പോഴും ഒന്ന് ഫോൺ എടുക്കാൻ പറ്റിയില്ല. വിളിച്ചിട്ട് എന്നോട് പറയുക, പാസ്റ്ററെ ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്താ കാര്യം? ഞാനൊരു ചെറിയ കട നടത്തുക. 3:30 മണിയായി. 3:30 ആയിട്ടും ഒറ്റ മനുഷ്യൻ ഇന്ന് 9 മണിക്ക് കട തുറന്നതിന് ശേഷം ഈ കടയിൽ കയറിയിട്ടില്ല. 1 രൂപയുടെ കച്ചവടം നടന്നിട്ടില്ല. എന്നാൽ ഞാൻ വിൽക്കുന്ന സാധനങ്ങൾ തന്നെ വിൽക്കുന്ന അപ്പുറം കടയുണ്ട്. അവിടെ ഞാനിവിടെ നോക്കുന്നുണ്ട്. അവിടെ എല്ലാ ആൾ കയറുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ച് പാക്ക് ചെയ്ത് ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. 3:30 ആയിട്ടും ഒരാൾ പോലും കയറിയിട്ടില്ല. സ്തോത്രം. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ തിരിച്ചെന്നെ വിളിച്ചും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. പിന്നെ ആൾ കയറി വന്നു. സ്തോത്രം. അതിൻ്റെ പങ്കൊന്നും പറ്റാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അയാൾ രക്ഷപ്പെടട്ടെ നിന്നും പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഞാൻ ദൈവസന്നിധി പറയാം, ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എത്ര ശ്രമിച്ചാലും എത്ര പരിശ്രമിച്ചാലും എന്താണെന്നറിയില്ല, നമ്മൾ 1000 പ്രാവശ്യം വീശിയാലും ഒരു മീൻ പോലും കയറാത്ത സ്ഥിതിയാണ് നിന്റെ വലക്കെങ്കിൽ ഇന്ന് രാത്രി പത്രോസ് പറയുന്ന കേക്ക്, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ സ്തോത്രം, അപ്പുറത്തെ കടലിൽ കൂടെ പോകുന്നത് പോലെ ഇപ്പുറത്തെ നിന്റെ വലയുടെ ചോട്ടിൽ വരുന്ന ഒരു പരിപാടി ദൈവത്തിൻ്റെ ഉണ്ട്. അത് ചുമ്മാ വീശിയാ കിട്ടിയല്ല, കൃപയുള്ളവർ വീശിയാ കിട്ടുന്നത്. ഇന്ന് രാത്രി ആത്മാക്കളെ തേടുന്നവരും വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവരും നന്മകൾക്ക് വേണ്ടി ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിന്റെ പാദപീഠത്തിൽ സർവശക്തനായ ദൈവം ഏൽപ്പിച്ച ദൗത്യം സ്തോത്രം ഒരു ചാരിതാർത്ഥ്യത്തോടെ പൂർത്തിയാക്കാൻ വേണ്ടി മനോവേദനയോടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ജനറൽ കൺവെൻഷൻ അല്ലേ? ഇവിടെ നിന്ന് പോകുമ്പോൾ ആ കൃപയോടുകൂടെ പോയാൽ സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ പറയാം, അതിന് ദൈവമായ കർത്താവിന്റെ കൃപ ലഭിച്ചാൽ സ്തോത്രം, നീ എന്ത് പരിപാടി നടത്തിക്കോ അതിന്റെ കൂടെ കൃപ കൂടെ കിട്ടിയാൽ സ്വർഗം നിന്നെ മാനിക്കാനിടയാകും. അനുഭവങ്ങൾ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. എത്രയോ പേരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ദൈവം ചെറിയ നാരങ്ങ വെള്ള കച്ചവടം നടത്തിയാലും മതി. സ്വർണ്ണക്കച്ചവടം നടത്തുന്നവൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നാരങ്ങ വെള്ളം കച്ചവടം നടത്തിയാലും മതി. അതിനകത്തൊരു കൃപ കൂടി കിട്ടിയാൽ മിക്കവാറും അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടും. സ്തോത്രം. അതിന് ദൈവമായ കർത്താവ് ശക്തനായ ദൈവമാണ്. ഞാൻ ഭൗതികത്തിൽ മാത്രമല്ല ആത്മീകത്തിലും കൃപയില്ലാതെ ഉയരിയല്ല. അതുകൊണ്ട് സ്വർഗം പറയുന്നു, സൗജന്യമായി താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന കാലമാണിത്. ഈ രാത്രികാലം ആ കൃപയാൽ നിന്റെ ശുശ്രൂഷയിലും ജീവിതത്തിലും ആത്മീയത്തിലും ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ഇനി എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, സ്വർഗം പറയുന്നു, ഞാൻ നിനക്ക് കൃപ തരാം. ആ കൃപ കൊണ്ട് നിന്നെ ഉയർത്തുന്ന ദൈവിക മഹത്വം കൂടി കാണേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ആ സംഭവം ഒന്ന് നോക്കാം. ഒരു വാക്യം കൂടി വായിച്ചു തരും നമുക്ക്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം സ്തോത്രം, അതിന്റെ 2-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10:2. മത്തായിയുടെ സുവിശേഷം 10:2. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ശ്രദ്ധിച്ചു കേട്ടോ. വലിയ സംഭവങ്ങളൊന്നുമല്ല ഞാൻ ഈ വായിക്കുന്നത്, വളരെ ലളിതമാണ്. പക്ഷെ അതിനിടയ്ക്ക് നിന്ന് ഈ സാഹചര്യത്തെ തെളിയിക്കാൻ വേണ്ടി തെളിവുകൾ കൊണ്ടുവരികയാണ്. സ്തോത്രം. പത്രോസിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു നിർത്തി, എല്ലാവർക്കും ധാരാളം കൃപ കൊടുക്കുന്നു ദൈവം, താഴ്മയുള്ളവർക്ക്. അതുകൊണ്ട് കൃപ കൊടുക്കുന്നത് കൊണ്ട് സ്തോത്രം തക്ക സമയത്ത് ഉയർത്താനുള്ള വഴിയുണ്ട് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ വായിച്ച വാക്യം 10:2 വായിച്ചു. 12 അപ്പോസ്തലന്മാരുടെ പേരാണിത്. ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശിമോൻ. പത്രോസ് എന്ന് പേരുള്ള ശിമോൻ. അവന്റെ സഹോദരനായ അന്ത്രയോസ്. സെബദിയുടെ മകൻ യാക്കോബ്. അവന്റെ സഹോദരൻ യോഹന്നാൻ. മതി. സ്തോത്രം. ഇനി അവരുടെ പേര് വായിച്ച 12 പേരുടെ പേര് വായിച്ചുകൊണ്ട് ഇരിക്കേണ്ട വരികയില്ലേ? ഞാൻ പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ് ഉയർത്തുന്നതെന്ന് പറയാനാണ്. 12 അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് ഇവിടെ പറയുക. ഒന്നിലധികം ഭാഗത്ത് വേദപുസ്തകത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരെഴുതിയിട്ടുണ്ട്. വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലന്മാരുടെ പേരെഴുതി വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമൻ, പറ, വാതുറന്ന്, കൺവെൻഷനാന്ന് ഓർത്തിരിക്കേണ്ട, വാതുറന്ന് അങ്ങ് പറ. ഒന്നാമൻ സ്തോത്രം. ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ. രണ്ടാമൻ
മൂന്നാമൻ അങ്ങനെ അവിടെ ഉണ്ടോ? അങ്ങനെ അവിടെ ഉണ്ടോ? രണ്ടാമൻ അന്ത്രയോസ്, മൂന്നാമൻ സെബദി എന്ന് അവിടെ ഉണ്ടോ? ഉണ്ടോ? പിന്നെ എഴുതാപ്പുറം വായിച്ചെന്തിന്? ആ ടീമിൽ 12 പേരുണ്ട്. പക്ഷെ ബൈബിള് പറയുന്നു ഒന്നാമനുണ്ട്. പക്ഷെ ഈ ടീമിൽ രണ്ടാമനില്ല, മൂന്നാമനില്ല, നാലാമനില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് മറക്കാതെ എഴുതിപ്പിച്ചു, ഈ ടീമിൽ ഒന്നാമനുണ്ട്. അത് വേറെ ആരുമല്ല, പത്രോസാണ്. അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ചോദ്യ ഉത്തരവൊക്കെ പ്രസംഗത്തിന്റെ ഇടയ്ക്കുള്ളൂ, അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട, കാര്യം ആൾക്കാർക്ക് തെളിയാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. മനസ്സിലായോ? 12 അപ്പോസ്തലന്മാരുടെ പേരുകളിൽ ഒന്നാമനുണ്ട്, അവൻ പത്രോസാണ്. ചീട്ടിട്ടും പാനലുണ്ടാക്കി ഇലക്ഷൻ വെച്ചൊന്നും ഒന്നാമനായവനല്ല. ആണോ? അല്ല. കർത്താവ് അവനെ ഒന്നാമനാക്കിയതാ. ഇവിടെ രണ്ടാമനില്ല, മൂന്നാമനില്ല. ഇത് വായിച്ച് ഗ്രഹിച്ച് അന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, നിങ്ങളുടെ ഈ ടീമിൽ ഒന്നാമനാക്കാൻ ഇങ്ങേരെ മാത്രമേ കണ്ടോളൂ. ഇങ്ങേരെക്കാൾ എത്രയോ മെച്ചമുള്ള, മിടുക്കരായ, ഇന്നസെന്റായ, കുറച്ചും കൂടി സ്നേഹമുള്ള, വിശ്വാസമുള്ള എത്രയോ പേർ അങ്ങയുടെ ടീമിലുണ്ട്. ഞാനാണ് അങ്ങയുടെ സ്ഥാനത്തെങ്കിൽ അങ്ങയുടെ മാറോട് ചാരിയിരുന്ന് സ്നേഹത്തിന്റെ അപ്പോസ്തലനിൽ നിന്ന് പ്രചാരം നേടിയ അങ്ങയുടെ കസിൻ ബ്രദർ കൂടിയായിരുന്ന യോഹന്നാനെയാണ്, സ്തോത്രം, ഞാൻ ആയിരുന്നെങ്കിൽ ഒന്നാമനാക്കോളൂ, ഇല്ലെങ്കിൽ യാക്കോബിനെ. പക്ഷേ കൂടെ കൂടെ എടുത്തിയാട്ടം നടത്തുകയും ഒന്നിലധികം പ്രാവശ്യം പിന്മാറിപ്പോവുകയും, അങ്ങ് സർവജ്ഞാനിയാണല്ലോ, അങ്ങയെ അറിയത്തില്ലെന്ന് പരസ്യമായി പ്രാഗിക്കൊണ്ട് പറയുകയും, അത് കഴിഞ്ഞ് അങ്ങ് തുറിച്ചു നോക്കിയപ്പോൾ പെമ്പിള്ളേര് കരയുന്നത് പോലെ മഹാപുരോഹിതന്റെ അരമനയുടെ തൂണെ കെട്ടിപ്പിടിച്ചെന്ന് കരഞ്ഞ് മാനസാന്തരപ്പെടുകയും, 3-ാം ദിവസം 5-6 പേരെയും വിളിച്ചുകൊണ്ട് പിന്നെയും പടകെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാടില്ലാത്ത ഇങ്ങേരെ ഒന്നാമനാക്കിയത് ഞങ്ങൾ മലയാളികളാണെങ്കിൽ സമ്മതിക്കുകയില്ലായിരുന്നു. സ്തോത്രം. അന്നേരം യേശു അല്ല, പത്രോസ് എന്നോട് പറഞ്ഞത് ഈ വാക്യം വെച്ചോണ്ട്. അതുകൊണ്ടാടാ പറഞ്ഞത്, ഉയർത്തുന്നത് കഴിവ് നോക്കിയിട്ടല്ല, കുടുംബം നോക്കിയിട്ടല്ല, ബന്ധം നോക്കിയിട്ടല്ല. അമ്മാച്ചന്റെ മോൻ, ആ ദൈവം പറയുന്നു, ഇവിടെ ഉയർത്തുന്നത് നീ ഇവിടത്തെ രാഷ്ട്രീയത്തിൽ ആരുമല്ലായിരിക്കാം, നിന്റെ കുടുംബയോക്കാരുടെ ഇടയിൽ പോലെ നീ ആരുമല്ലായിരിക്കാം, നിന്റെ അപ്പന്റെ വീട്ടിൽ നീ ആരുമല്ലായിരിക്കാം, നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ ആരുമല്ലായിരിക്കാം, നിന്റെ വിദ്യാഭ്യാസ കാലത്ത്, നീ പഠിച്ച കാലത്ത് അധ്യാപകര് പോലെ തടഞ്ഞ കേസായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപയാണ് ഈ പുസ്തകത്തിൽ പലരെയും ഉയർത്തിയത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആ കൃപ ഇന്നും പലരെ ഉയർത്തുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് പത്രോസ് പറയുന്നു, ഒരിക്കലും ഒന്നാമനാകാൻ വേണ്ടി ക്യൂവിൽ നിന്നവനല്ല ഞാൻ, ഒന്നാമനാകാൻ വേണ്ടി കുതികാല് വെട്ടിയവനല്ല ഞാൻ, ഒന്നാമനാകാൻ വേണ്ടിയിട്ട് ആരെയും, സ്തോത്രം, ഹല്ലേലൂയ, ആരുടെ പിന്നാമ്പുറത്തെ ഇല്ലായ്മകൾ പ്രചരിപ്പിച്ച് അവനെ കൊച്ചാക്കി ഞാൻ ആളായതല്ല. ഒന്നാമനാകാൻ വേണ്ടിയിട്ട് ആരുടെയും, സ്തോത്രം, കുറ്റം കർത്താവിന്റെ നേതാവിന്റെ കാതിൽ ചെന്ന് പറഞ്ഞവനല്ല ഞാൻ. ഒരോരം പറ്റി മാറി നിന്നവനാ. പക്ഷെ എന്റെ യജമാനനെ എനിക്കറിയാം, എന്റെ ഗുരുനാഥനെ എനിക്കറിയാം. അവന്റെ കയ്യിൽ മുഖപക്ഷമില്ല, പക്ഷെ കൃപയുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയാം, കൃപയുള്ളൊരു ദൈവം, കൃപ കൊടുക്കുന്നൊരു ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സാധ്യത എനിക്കുണ്ടെന്നൊരു വിശ്വാസം ഈ രാത്രി ഇവിടെ ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്നവരെന്ന് അറിഞ്ഞ ദൈവത്തിന് സ്വോത്രം ചെയ്തുകൊണ്ട് പറ, എന്റെ കയ്യിലൊന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല, സാധ്യതകൾ തീർന്നു, ജരാനരകൾ ബാധിച്ചു, ചില രോഗങ്ങളും ശരീരത്തിൽ വന്നു, ഇനി പ്രതീക്ഷ ഉണ്ടോന്ന് അറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. കഴിവും കരുത്തുമുള്ളവർ, കണ്ടാൽ നല്ല ലുക്കുള്ളവർ വേദി അടക്കുന്ന കാലത്ത്, സ്തോത്രം, എനിക്കിനി സാധ്യതയുണ്ടോന്ന് അറിയില്ലെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കണ്ട. ആരോടോ സ്വർഗം പറയുന്നു, ഞാൻ ഉയർത്തുന്നത് മുഖം നോക്കിയല്ല, സ്തോത്രം, രക്തം പരിശോധിച്ചിട്ടല്ല, തൊലിയുടെ കളർ നോക്കിയിട്ടല്ല, ഞാൻ ഉയർത്തുന്നത് എന്റെ കൃപ കൊണ്ടാണ്. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി
രാത്രികാലം ഈ ദൂതിനകത്ത് എന്നെ കുറിച്ച് ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഇരിപ്പിടം മറന്ന ദൈവത്തിന് എങ്ങനെ സ്തുതിക്കാമോ, എങ്ങനെ മഹത്വം കൊടുക്കാമോ അതുപോലെ മഹത്വം കൊടുക്കുക. ഒന്നാമനാകാൻ സാധ്യതയുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, നിന്റെ മടിയിൽ ഞറക്ക് വീഴുന്ന വർഷമാണിത്. കൃപ അത് പ്രാപിക്കാൻ താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ നിങ്ങൾ ആര് തയ്യാറാകുന്നു? അവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, അമ്മയോ അപ്പനൊന്നില്ല. ഇന്ന് രാത്രി ആരൊക്കെ കൊച്ചാക്കിയാലും ദൈവ കൃപയ്ക്ക് എന്റെ മേലൊരു റോൾ ഉണ്ടെന്ന് ഈ ദൂതിന്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവർ, കൃപയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളവരാ നമ്മൾ, പ്രസംഗിച്ചിട്ടുള്ളവരാ നമ്മൾ. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ മിനിസ്ട്രിയിൽ ഞാൻ ഈ കേൾക്കുന്ന ദൈവ കൃപയ്ക്ക് യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറ. ഞാൻ വീണ്ടും ആ വാക്കൊന്നോടെ ആവർത്തിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അതൊരു പോളിസി പോലെ ഈ രാത്രിയിലെ കൺവെൻഷനിൽ മുഴങ്ങി കേൾക്കുന്നു. എന്താണ് ദൈവത്തിന്റെ പോളിസി? താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും. അത് ദൈവത്തിന്റെ പോളിസിയാണ്. അതിനെ തടയാൻ ആർക്കും പറ്റില്ല. ആഭിചാരത്തിന് പറ്റില്ല, ക്ഷുദ്രപ്രയോഗത്തിന് പറ്റില്ല, ജാരശങ്കയ്ക്ക്, സംശയത്തിന്, സ്വത്ര അസൂയക്ക് ഒന്നിനും തടയാൻ കഴിയാത്ത ഒന്നാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്ന കൃപ. പോരല്ലോ, പോരല്ലോ. അത് പ്രാപിക്കുന്ന ദൈവം ഇത്രയും സന്തോഷിച്ച പോരാ. നിങ്ങളിൽ ആരെയോ ആരോ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്ടപിശാച് ആഭിചാരം ചെയ്തു, ആരോ നിനക്കെതിരെ, നിന്റെ തലമുറ വളരാതിരിക്കാൻ, കൂമ്പടച്ചു പോകാൻ, ഇന്ന ഇന്ന രീതിയിൽ ക്ഷുദ്രം ചെയ്തു എന്നൊക്കെ പെന്തിക്കോസുകാരന്റെ കളത്തിനകത്ത് കയറി ഹല്ലേലൂയ ആരോ പറഞ്ഞു പിടിപ്പിച്ചത് കേട്ട് ഞെട്ടിയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ രക്ഷിപ്പാൻ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, എടാ കൃപ തരാൻ തുടങ്ങിയാൽ ആഭിചാരത്തിന് തടയാൻ പറ്റുമോ? ദൈവത്തിന്റെ കൃപ തരാൻ തുടങ്ങിയാൽ ലക്ഷണവിദ്യ കൊണ്ട് അതിനെ ഒതുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ കൃപ തരാൻ തുടങ്ങിയാൽ അസൂയ കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഒരൽപ്പം കൂടി കൃപ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവര് ഒരു 5-10 സെക്കൻഡ് കൂടെ ഒരൽപ്പം കൂടി കൃപ. എനിക്കെല്ലാം തന്നിട്ടുണ്ട് കർത്താവേ. മക്കളെ തന്നു, വീട് തന്നു, നല്ലൊരു കുടുംബജീവിതം തന്നു, ഒരു കൊച്ചു സഭയുടെ ശുശ്രൂഷകനാ ഞാൻ, ഇതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, എന്റെ കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തിയാകാൻ ചില പണം തരാനല്ല, ഒരു ഡിഗ്രിയും കൂടി തരാനല്ല, ആരുടെങ്കിലും ഒരാളുടെ അഡ്രസ് തരാനല്ല, ഫോൺ നമ്പർ തരാനല്ല, എനിക്ക് കൃപ വേണമെന്ന്, കൃപ വേണമെന്ന് ഉയർത്തുന്ന കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് കറങ്ങി നിൽക്കുന്നുണ്ട്. ചുഴലിക്കാറ്റിൽ ഇയ്യോബിന്റെ കൂടാരത്തിന്റെ വളപ്പിൽ ഇറങ്ങി വന്നവൻ ഈ വാചകത്തിലൂടെ, ഈ വചനത്തിലൂടെ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നുണ്ട്. ആ സ്പർശനം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പറഞ്ഞ് സ്തോത്രം ചെയ്യണം. തകർന്നവരെ ഉയർത്താൻ സ്വർഗ്ഗം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് അവന്റെ കൃപ കൊടുക്കുക. ഈ വാക്യം സമർത്ഥിക്കുന്ന ഒന്നാമത്തെ ഭാഗം, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ വാക്യം സമർത്ഥിക്കുന്ന രണ്ടാമത്തെ ഭാഗം, ഉയർത്താൻ ഒരു കാരണമുണ്ട്. വിശദീകരണങ്ങൾ അല്പാൽപമാക്കിക്കൊണ്ട് 3ഉം 4ഉം കൂടി പറഞ്ഞ സമയത്ത് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. മൂന്നാമത്തത്, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അവിടുന്ന് നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ എവിടെ പോയിരിക്കുകയാണ്? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ.
എവിടാണ് ഉയർത്താനുള്ള സ്ഥലമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു ലൊക്കേഷൻ മാപ്പൊന്നും കൊടുക്കാനില്ല. സ്തോത്രം, കൊടുക്കാനില്ല. അവിടെ എഴുതിയിരിക്കുന്ന പത്രോസിന്റെ അഭിമതം ഇതാണ്: ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്, അതാണ് ഉയർത്താനുള്ള സ്ഥലമെന്ന്. അത് പറയുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കേട്ടുപോകുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും കാണുകയല്ല. ഇതിനെ ഉള്ളിലേക്ക് ഇറങ്ങി ഗ്രഹിക്കുന്നവർക്ക് പിന്നെ അത് പ്രശ്നമാവും. എങ്ങനെ പ്രശ്നമാവുന്നതെന്ന് പറയാം. ഇപ്പം ഇതിനകത്തിരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, സ്തോത്രം, സാധാരണ അവരിത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് വിചാരിച്ചു. രാത്രി വീട്ടിൽ ചെന്ന് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ അടുക്ക് വന്നിട്ട് നിങ്ങളുടെ 7 വയസ്സുകാരൻ മോൻ ചോദിക്കുക, മമ്മി, ഇന്ന് പ്രസംഗിക്കാൻ വന്ന പാസ്റ്റർ പറഞ്ഞു യേശു അപ്പച്ചൻ ഉയർത്തും, ദൈവത്തിൻ്റെ കൈക്കീഴിൽ പോയി ഇരുന്നാൽ മതിയെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുക, ദൈവത്തിൻ്റെ കൈക്കീഴിൽ എവിടെയാ മമ്മി, ഞാൻ പോയിരിക്കാം, പറഞ്ഞു തരാൻ പറഞ്ഞ അമ്മ എന്നാ പറയും? ഇനി അമ്മ പോട്ടെ, പാസ്റ്റർ എന്നാ പറയും? നമ്മൾ ചുറ്റും ദൈവത്തിൻ്റെ കൈക്കീഴിൽ പോയിരിക്കാൻ ചെറുക്കൻ തയ്യാറാ. പക്ഷെ അത് എവിടാന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാത്ത വിശ്വാസികളും പിള്ളേരെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും കാലം നിന്നു. അങ്ങനെ വേണം പറയാൻ. സ്തോത്രം, കുറ്റം പറയല്ല. ചോദിച്ചായിരുന്നെങ്കിൽ മിക്കവാറും നമ്മൾ സ്തോത്രം സ്വാഭാവികം നടത്താൻ പേടിച്ചേനെ. കാരണം ഒന്നും ചോദിക്കാതെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുമല്ല. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താ പറയും? ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു വലിയ വിഷയമാണ്. എന്തോരം വാക്യങ്ങളാണ്, ഏതൊക്കെ വിധത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ എഴുതി വെച്ചോ, പിന്നീട് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനപ്പെടും. ഏറ്റവും പ്രധാനമായി വരുന്ന 2 പദങ്ങൾ, ഇരട്ടവറ്റതുപോലെ വേദപുസ്തകത്തിൽ വായിക്കാൻ പറ്റുന്ന 2 പദങ്ങളുണ്ട്: യഹോവയുടെ ഭുജവും യഹോവയുടെ കൈയും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരുപാട് വാക്യങ്ങൾ, ഒരു 9 വാക്യം ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മറ്റൊരു ഭാഗത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതിന്നിപ്പോൾ രാത്രി ഇവിടെ തൊടിയല്ല. കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് പല വിധത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കണോ, മാസയോഗത്തിന് പ്രസംഗിക്കണോ, പരസ്യയോഗത്തിന് പ്രസംഗിക്കണോ, അതിനെല്ലാം ഇതിൻ്റെ 4 വശത്തും നമുക്ക് കയറാം. സ്തോത്രം. ഇന്ന് രാത്രി അതിലേക്കൊന്നും പോകാൻ ദൈവം പറഞ്ഞിട്ടില്ല. വേറൊരു വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 9 വാക്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ആയുസൊന്നും പാഴാക്കണ്ട. ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ അത് ഇഷ്ടം പോലെ ഈ മൊബൈലിനകത്തൊക്കെ ഒത്തിരി ആപ്പുകളുണ്ട് ബൈബിൾ പഠിക്കാനൊക്കെ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ബൈബിളിനകത്ത് അങ്ങനെ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് പിള്ളേരോടെല്ലാം പറയാൻ ചോദിച്ചത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഭുജവും കരവും അല്ലെങ്കിൽ ഭുജവും കൈയിൽ നിന്ന് അടിച്ചു കൊടുത്ത വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവൻ അങ്ങ് ചാടി വരും. സ്തോത്രം. പക്ഷെ പ്രാർത്ഥിക്കാതെ ബൈബിൾ വായിക്കാതെ ആ പണി തന്നെ തുടർന്നാൽ ഒന്നുകിൽ മൊബൈൽ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും. അത് ഓർത്തോളണം. സ്തോത്രം. ഒരു അത്യാവശ്യത്തിനൊക്കെ നമുക്കത് കണ്ടുപിടിക്കാം. പക്ഷേ ഇത് എളുപ്പ വഴിയാന്ന് ഓർത്തുകൊണ്ട് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ശനിയാഴ്ച രാത്രി ഇതിൽ നിന്ന് ആറിനെ എടുത്തുകൊണ്ട് നമ്മൾ ഞായറാഴ്ച കയറി എന്നാൽ ഒത്തിരി നാൾ കയറി കണ്ട വരികയല്ല. വിശ്വാസികൾക്കുള്ളതെല്ലാം മുട്ടയിലിരുന്ന് പ്രാപിച്ച് ദൈവത്തിന് കൊടുക്കണം. പക്ഷെ അത്യാവശ്യത്തിനൊരു കാര്യം കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം കരവും ഭുജവും എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചെടുക്കേണ്ട കാര്യമാണ്. വ്യാഖ്യാനിച്ചെടുക്കേണ്ട കാര്യമാണ്. അതിനെ മുഴുവൻ വിശദീകരിക്കാൻ നേരമില്ല. ഒരു കാര്യം ഞാൻ ഓർമ്മയെന്ന് പറയാം. ഒരു കാര്യം ഞാൻ അതിൻ്റെ വേറൊരു ഓപ്പോസിറ്റ് ആംഗിളിലാണ് പറയേണ്ടത്. 115-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം അതൊന്ന് വായിക്കാമോ? 115-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാമോ? 115-ന്റെ 7. അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. കാലുണ്ടെങ്കിലും മതി. നമുക്ക് കൈ മാത്രം എടുത്താൽ മതി. ഇവിടെ പറഞ്ഞിരി 115-ാം സങ്കീർത്തനത്തിനകത്ത് സ്തോത്രം പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ വിഷയം ഇതാണ്. ജാതികൾ ചോദിക്കുന്നു നിന്റെ ദൈവം എവിടെയെന്ന്. ദൈവം എവിടെയെന്ന്. സ്തോത്രം. ആ ചോദ്യത്തിന് നമ്മൾ വിചാരിച്ചിരിക്കുന്നൊരു അർത്ഥമല്ല. നമ്മൾ പറയില്ലേ, അയ്യോ ശത്രുക്കൾ ചോദിക്കും ഇത്രയും. അതല്ല ഇവിടെ അർത്ഥം. ജാതികൾ, ഇസ്രായേലിലെ ആളുകൾ ചെന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജാതികളായിരിക്കുന്ന ആളുകളെ, അവിടുത്തെ പിള്ളേര്, നമ്മളിങ്ങനെ ചിന്തിക്കാം. ഇസ്രായേൽ മക്കളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവവും ജീവനുള്ള ദൈവമാണ്.
അവരുടെ ദൈവാലയത്തിനകത്തോ അവരുടെ സിനഗോഗുകൾക്കകത്തോ ദൈവങ്ങളുടെ രൂപമില്ല. ദൈവത്തിൻ്റെ പേരിൽ ഇസ്രായേൽ ജനം, യഹൂദൻ, ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്നവർ രൂപങ്ങളില്ല. അപ്പോൾ അടുത്തുള്ള ആളുകളും അവിടുത്തെ പിള്ളേരൊക്കെ ചോദിക്കും, ഞങ്ങളുടെ ദൈവം കണ്ണുണ്ട്, സ്തോത്രം, മൂക്കുണ്ട്, നാക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്, പക്ഷെ നിന്റെ ദൈവം എങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവം, എൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട്, എൻ്റെ പടം എല്ലാം ഉണ്ട്, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ കാണിച്ചു തരാൻ വരുവാണെങ്കിൽ, കാരണം അതിൻ്റെ രൂപം, ഭാവം എല്ലാം ഉണ്ട്, അതിന് കണ്ണ്, കാല്, മൂക്ക് എല്ലാം ഉണ്ട്, സ്തോത്രം. പക്ഷെ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുക. ദൈവത്തെ കാണിച്ചു കൊടുക്കാം, അങ്ങനെ രൂപം കാണിച്ചു കൊടുക്കാനില്ല, നമ്മുടെ കയ്യിലില്ല. ദൈവത്തിൻ്റെ ഫോട്ടോ ഇല്ല, ദൈവത്തിൻ്റെ പ്രതിമയില്ല, സ്തോത്രം, ദൈവത്തിൻ്റെ രൂപമോ ഇതൊന്നുമില്ല. ഇത് ചോദിച്ചപ്പോൾ റബിമാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അവർക്ക് കൈയുണ്ട് ഒക്കെ ശരിയാണ്, പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് സ്തോത്രം കാലുകൊണ്ട് നടക്കുന്നില്ല, മൂക്കുകൊണ്ട് മണക്കുന്നില്ല, ഇതൊക്കെ അവർക്കുണ്ട്. നമ്മുടെ ദൈവത്തെ കാണാൻ കഴിയത്തില്ലെങ്കിലും ഈ ദൈവം ഇതെല്ലാം വികാര വിചാരങ്ങളുള്ള ഒരു മഹാദൈവമാണ് നമ്മുടെ ദൈവമെന്ന് സ്ഥാപിക്കുന്ന സങ്കീർത്തനമാണ് 115 സങ്കീർത്തനം. അതങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് പഠിക്കണം. 115 സങ്കീർത്തനത്തെ അങ്ങനെ പ്രാർത്ഥിച്ച ആ വീവിൽ പഠിക്കുമ്പോൾ നമുക്ക് സംഭവം മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞു വരികയാണ്, ഒരു കാര്യം പറഞ്ഞു വരികയാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേൾപ്പിച്ചത് ഇങ്ങനെയാണ്: അവയ്ക്ക് കൈയുണ്ടെങ്കിലും കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. ജാതികളുടെ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുക, സങ്കീർത്തനക്കാരൻ പറയുക, ജാതികളുടെ ദൈവത്തെക്കുറിച്ച് കൈയുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെ വന്നോളൂ. ഇംഗ്ലീഷിലുള്ളത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷ് വാക്ക് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച്: ദേ ഹാവ് ഹാൻഡ് ബട്ട് ദേ ഹാൻഡിൽ നോട്ട്. എന്നോട് പറയാം, നീ മലയാളത്തിൽ പിന്നെ പറഞ്ഞു. ഞാൻ വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയുന്നതല്ല. ചില വാക്കുകൾ ഇംഗ്ലീഷ് വരുമ്പോഴേ അതിൻ്റെ ഒറിജിനൽ പവർ വരുള്ളൂ. ചിലത് മലയാളത്തിൽ വായിച്ചാലേ ശരിയാവുള്ളൂ. ഇത് രണ്ടും ബാലൻസിൽ പോകണം. ഈ വാക്യത്തെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദേ ഹാവ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് കൈകളുണ്ട്. അടുത്ത വാചകം ബട്ട് ദേ ഹാൻഡിൽ നോട്ട് എന്ന് പറഞ്ഞാൽ കൈകളുണ്ടെങ്കിലും ഒരു കാര്യവും ഇവർ കൈകാര്യം ചെയ്യുന്നില്ല. ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ, സ്തോത്രം, നമ്മുടെ സെൻട്രൽ പാസ്റ്ററോടോ നമ്മുടെ ചർച്ചിൻ്റെ പ്രസിഡന്റിനോടോ ഒരു കാര്യം പറഞ്ഞിട്ട് പോവുകയാണ്. പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വിടുകയാണ്, ഞാനത് കൈകാര്യം ചെയ്തോളാം, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം അത് പരിഹരിക്കും. ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിതാണ്: അവയ്ക്ക് കൈകളുണ്ട്, പക്ഷെ ഒരു കാര്യവും അവ ഹാൻഡിൽ ചെയ്യുന്നില്ല, കൈകാര്യം ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ ദൈവം നമ്മൾ പറയാതെ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിലനിന്നാൽ, പരാതി കൊടുക്കാതെ, ഒറ്റക്കാലയിൽ നിന്ന് ഉപവാസം പോലും എടുക്കാതെ, ഉപവാസം എടുക്കണ്ടെന്ന് ഞാൻ തള്ളിപ്പറയല്ല, ഞാൻ ഉപവാസം എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതൊന്നും പരാതിയില്ലാതെ ലോകത്തിലെ 16 സ്ഥലത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വാട്സാപ്പ് അയക്കാതെ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ വിഷയം വീട്ടിൽ വന്ന് കൈകാര്യം ചെയ്യുന്ന ദൈവമാണെന്ന് ഈ പുസ്തകത്തിനകത്ത് എത്ര തെളിവുകൾ വേണം? ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിന്റെ കൈയെ നീ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? സ്തോത്ര, ഹല്ലേലൂയ. അവൻ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള കൈയുള്ളവനാണ്. സ്തോത്ര. തെളിവ് വേണോ? നിങ്ങൾ ചിലർ മരവിച്ചിരിക്കുന്ന കണ്ടിട്ട് തെളിവ് വേണം തോന്നുന്നു. ഞാൻ തെളിവ് തരാം. നിങ്ങൾ നോക്കേ, ഒരു ദിവസം മോശ കല്യാണം കഴിച്ച വിഷയത്തെക്കുറിച്ച് ഒരു കാര്യമില്ലാത്ത സമയത്ത് മിരിയാം ഒരു വഴക്കുണ്ടാക്കി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സംഖ്യാപുസ്തകം 11-12 കണ്ട സംഭവം. ഒരു കാര്യമില്ല. കല്യാണം കഴിച്ചിട്ട് കാലം എത്രയായി? അത് കഴിഞ്ഞ് സംഖ്യ 11 അവിടെ എത്തിയ സമയത്ത് ഒരു വിഷയമില്ലാതിരിക്കുക. അന്നേരം പെട്ടെന്ന് മിരിയാം കയറി ഈ വിഷയം എടുത്തങ്ങ് ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി. മിരിയാം ഒറ്റയ്ക്ക് പിടിച്ച പൊങ്ങത്തിൽ നിന്ന് കണ്ടപ്പോൾ അച്ചാച്ചനെയും കൂടി പിടിച്ചു. അച്ചാച്ചൻ ഇതെല്ലാം കേട്ടിട്ട്, ഇവിടെ എന്തെല്ലാം നടന്നാലും നമുക്ക് അപ്പനില്ലാത്ത വീടാ, എന്തെല്ലാം കേട്ടാലും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞ് അച്ചാച്ചനെ അങ്ങ് ചൂടാക്കി. അഹരോനെ ഇവർ രണ്ടുപേരും കൂടി ശരിക്കും കല്യാണക്കാര്യം പറഞ്ഞ് അങ്ങ് വല്ലാത്തൊരു സ്ഥിതിയിലായി. ശുശ്രൂഷയുള്ള കുടുംബമാണ്, 3 പേരും കട്ടക്കട്ട കൃപയെ നിൽക്കുന്നവരാണ്. ഒരു ദിവസം ഇവർ കയറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി.
നിങ്ങൾ ആ അധ്യായം മുഴുവൻ വായിക്കണം. ആ അധ്യായത്തിലാണ് ദൈവം മോശയെക്കുറിച്ച് പറഞ്ഞത്, മോശയെപ്പോലെ സൗമ്യനായവൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഇത്രയും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടി, കുടുംബക്കാരെല്ലാവരും കൂടി ഈ വിഷയം ഇത്രയും കിടന്ന് എന്താ പറയുക, കുഴച്ച് ഇത്രയും പ്രശ്നമാക്കിയിട്ട് ഒരു പ്രാവശ്യം പോലും ദൈവസന്നിധി ചെന്ന്, കർത്താവേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതിനൊക്കെ ചോദിച്ചേക്കണേ എന്നൊരു പ്രാവശ്യം പോലും ദൈവം കാത്തിരിക്കുക ഇവൻ വല്ലതും പരാതിയും കൊണ്ട് വരുമോന്ന്. പക്ഷെ ഇത്രയും പിരിമുറുക്കം ഉണ്ടായ വിഷയം ഉണ്ടായിട്ടും ഈ കാര്യത്തിന് വേണ്ടി, എൻ്റെ ഭാഷ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു വാക്ക് ഉപയോഗിക്കാൻ പോവാ, ഈ വീട്ടിലെ ചുമ്മാ ചീഞ്ഞ് നാറിയ പീറ കാര്യത്തിന് വേണ്ടി 3 ദിവസം ഉപവാസം വെച്ച് ഉപദേശിയെ വിളിച്ചു വരുത്താൻ മോശ തയ്യാറായില്ല. നമ്മളാണെങ്കിൽ 3 കുർബാന നടത്തിയാനെ. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അതിനെതിരെ ഉപവാസം വെച്ച് അതിന് 6 പാസ്റ്റർമാരെ വിളിച്ച് സ്തോത്രം അതിന് എഴുതി വെച്ച് പിന്നെ എഴുന്നേറ്റ് നിന്ന് കൈകോർത്ത് പിടിച്ച് അന്നേരം ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ സൗമ്യത എത്ര വലുതാണ്. ഇത്രയും വലിയ വിഷയം ചങ്കിന് നേരെ വന്നിട്ടും ആ വിഷയത്തിനെതിരെ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചില്ല. എടാ, വേറെ ഈ പാളയത്തിനകത്ത് അക്കരെ എത്താൻ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കിടക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതേ മണ്ണം കളിക്കുകയാണോ? എടാ സ്തോത്ര, ആത്മാക്കളെ നേടാൻ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ, സ്തോത്ര ഹല്ലേലൂയ, കനാൻ എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ വേറെ എത്രയോ കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ കിടക്കുമ്പോൾ നീ ചുമ്മാ അട്ടയെ പോലെ കാലം ചോട്ടി കിടക്കുന്ന കാര്യത്തിന് വേണ്ടി എല്ലാ ചൊവ്വാഴ്ച ഉപവാസം, എല്ലാ വെള്ളിയാഴ്ച ഉപവാസം, സ്തോത്ര ഹല്ലേലൂയ, ഇത് വിട്ടിട്ട് നീ കാര്യമുള്ള കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ ഒരു പരാതിയും ചെല്ലാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇവനെ പോലെ സൗമ്യത, ഇത്രയും വീട്ടിനകത്ത് നിന്ന് ഇവനെ നാണം കെടുത്തിയിട്ടും കുറ്റം പറഞ്ഞിട്ടും ഈ കാര്യത്തിന് വേണ്ടി ഒരിക്കൽ പോലും എൻ്റെ അടുക്കൽ കടലാസിൽ പരാതി എഴുതിക്കൊണ്ട് വരാത്ത ഈ മനുഷ്യനെ സൗമ്യനെന്നല്ലാതെ പിന്നെ എന്നാ വിളിക്കണ്ടേ? ഈ കൊല്ലം പരാതി എടുത്ത് നിർത്തുവോ കൂടുവോ? മനസ്സിലാവുന്നുണ്ടെന്നറിയാം, മണ്ടം കളിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാണെങ്കിലും പറയാനുള്ളത് മുഴുവൻ ഞാൻ ആത്മാവിൽ പറയുക. സ്തോത്രം. പരാതി പറയാനാണെങ്കിൽ എന്നും പരാതിക്കേ നേരമുള്ളൂ. ഈ കൊല്ലം ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കണം. ഒരു കൊല്ലം എൻ്റെ അടുക്കൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. വിഷമമില്ലാത്തതുകൊണ്ടല്ല, കഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അവൻ്റെ ലക്ഷ്യം അവൻ്റെ വിഷമമല്ല. അവൻ്റെ ലക്ഷ്യം അവനെ ഏൽപ്പിച്ച ദൗത്യം എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുക. അതിനു വേണ്ടി, ആ വലിയ മഹത്വം വെളിപ്പെടാൻ വേണ്ടി അതിനു വേണ്ടി അവൻ ഉപവസിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടുകാര്യം പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരൻ ഇങ്ങോട്ട് നോക്കി അവൻ ഞങ്ങളുടെ അതിരേല് ചെത്തിപ്പൂ തട്ടുപിടിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉപവാസം വെച്ച് ഞങ്ങളുടെ അടുക്ക് വന്നിട്ടില്ല. അയ്യോ സ്വത്രം, എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്നറിയാം. പ്രസംഗം മാറിപ്പോയതല്ല, സ്വത്രം പരിശുദ്ധാത്മാവ് വഴിക്ക് കയറുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, വിട്ട് കളയേണ്ട കാര്യങ്ങളൊന്നും തമ്പുരാൻ്റെ അടുക്കൽ ഈ കൊച്ചു കൊച്ചു കാര്യം കൊണ്ട് ചെല്ലരുത്. ഏത് വിഷയം കൊണ്ട് എന്നാലും ദൈവത്തിന് വിഷയമില്ല. പക്ഷെ ദൈവ സർട്ടിഫിക്കറ്റ് എഴുതുന്നവനാണ്, അത് മറക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. എപ്പോഴും ചെന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, ദുർസംശയങ്ങൾ, തോന്നലുകൾ, ഇതെല്ലാം അങ്ങ് വെള്ളം കുടിക്കാതിരുന്ന് ഉപവസിക്കുക. അപ്പൊ ദൈവം പറഞ്ഞു, ഇവനെ പോലെ സൗമ്യനില്ല. ഞാൻ അത് പറയാനല്ല വന്നത്. പറയാൻ വന്നത് കൈകാര്യം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച്. മോശ ഒരു പരാതിയും കൊടുത്തില്ല. പക്ഷെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ദൈവം അങ്ങ് ഇറങ്ങി വന്നു. മിര്യാമിൻ്റെ കൂടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് സമാഗമന കൂടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. അഹരോനെ വിളിച്ചു, മോശയും വിളിച്ചു. പരാതി കൊടുത്തിട്ടാ? 3 ദിവസം ഉപവാസം വെച്ചിട്ടാ? അടുത്ത വീട്ടുകാർ വിളിച്ചു പറഞ്ഞോ, നിങ്ങളുടെ സഭയിലെ പാസ്റ്ററേറ്റോട് പാട്ട കൊട്ടുന്നു, സാർ അറിഞ്ഞില്ല എന്ന് ചോദിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ടാ? ഞാൻ പറയുന്നത്, നേരോടെ ജീവിച്ചാൽ, നിന്റെ വീട്ടിലൊരു വിഷയമുണ്ടായാൽ പരാതി കൊടുക്കാതെ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് പറയാനാണ് ഈ വാക്യം വായിച്ചത്.
ഹല്ലേലൂയ. ഈ രാത്രി ഹോളിനകത്ത് കോടതി കൂടുന്നത് പോലെ ദൈവത്തിന്റെ വിശ്വസ്തത നീ അനുഭവിച്ചറിയണമെങ്കിൽ ഈ രാത്രിക്കാലം ദൈവസന്നിധിയിൽ കർത്താവിനെ വിശ്വസിച്ചാൽ, എനിക്ക് ആരെ കുറിച്ചും പരാതിയില്ല കർത്താവേ, എനിക്കൊരു വൈരാഗ്യമില്ല, എനിക്ക് ശത്രുത്വമില്ല, എനിക്ക് ശത്രു സംഹാരം താല്പര്യമില്ല, എന്റെ വിഷയമല്ലത് എന്ന് പറഞ്ഞ് നീ ആ വിഷയത്തിൽ നിന്ന് തല ഊരിയാൽ സ്വർഗസ്ഥനായ ദൈവം അത് കൈകാര്യം ചെയ്യും. നിന്റെ കുഞ്ഞിനെ കെട്ടിച്ചയച്ച വീട്ടിലെ വിഷയം എന്റെ ദൈവം കൈകാര്യം ചെയ്യും. നീ അതിന്റെ വാലെ പിടിച്ച് നടക്കരുത്, നീ അതിനെ കുറിച്ച് അഭിപ്രായം പറയരുത്. നീ ദൈവത്തിന് വേണ്ടി നിന്നയാളാണ്, നീ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തു നിന്നയാളാണ്. നിന്റെ വീട്ടിലൊരു കാര്യമുണ്ടായാൽ ദൈവമല്ലാതെ പിന്നെ ആരാ ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത്? ഈ പട്ടണത്തിലെ കോടതിയോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനോ അതെയോ കുടുംബയോഗക്കാരോ? ആരാ കൈകാര്യം ചെയ്യേണ്ടത്? ആരാ കൈകാര്യം ചെയ്യേണ്ടത്? രാത്രി ഇവിടെ ഇരുന്ന് എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായ കൈകാര്യം ചെയ്യുന്നത് സഭാ കമ്മിറ്റിയോ പ്രൗഢമായ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണും. ആരാ വേണ്ടത്? ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞോ? അതെയോ അവിടെ നിന്നും അപ്പുറം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനോ അതെയോ വക്കീൽ ഓഫീസോ? അതെയോ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ അത് ഈ മാസം നടക്കണം. അത് ഈ കൊല്ലമല്ല, ഈ മാസം നടക്കണം. ഞാൻ എടുത്തുകൊണ്ടിരുന്ന വാക്കുകളല്ല, ഞാൻ എൻ്റെ പ്രസംഗ റൂട്ടിലല്ല ഈ വ്യാഖ്യാനങ്ങൾ വരുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ആരെയോ രക്ഷിക്കുക. ഇന്ന് രാത്രി നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന് നിന്നെ ഒന്ന് നേരെയാക്കിയിട്ട് വേണം, നിന്റെ മനസ്സൊന്ന് നേരെയാക്കിയിട്ട് വേണം, നിന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം, നിന്റെ ചിന്താഗതി ഒന്ന് പൊളിച്ചിട്ട് വേണം എനിക്ക് നിന്നെ ഉയർത്താൻ. കണ്ണടയുന്നതിനേക്കാൾ മുമ്പ്, ഈ മണ്ണിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് നിന്നോട് വിശ്വസ്തതയുണ്ട്. സ്തോത്രം. നീ നാണം കെട്ടതും ഒതുങ്ങിപ്പോയതും നിന്റെ അവകാശത്തിന്മേൽ ശത്രു ചെങ്കോല് വെച്ചതും നിന്നെ ഒന്നുമില്ലാത്ത കരിയാപ്പില പോലെ എടുത്തു കളഞ്ഞതും എല്ലാം ഞാൻ സ്വർഗത്തിൽ വെച്ച് അറിഞ്ഞിട്ടുണ്ട്. യാക്കോബിനെ ലാബാനെ അറിയാലോ? ഹല്ലേലൂയ. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയിട്ടും കൂർമ്മബുദ്ധിയുള്ള ആ മനുഷ്യൻ യാതൊരു പരാതിക്കും പോയില്ല. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം തീരുമാനിച്ചു ഇത് കൈകാര്യം ചെയ്തേ മതിയാകൂ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഏതോ കുടുംബത്തെ നോക്കി, ഏതോ സഭകളെ നോക്കി സ്വർഗം പറയുന്നു ഞാൻ ഇനി അടങ്ങിയിരിക്കില്ല, എനിക്ക് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റൂ എന്ന് ദൈവം പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ ചില കാര്യങ്ങൾ തീരണമെന്ന്, ഇതിനി നീണ്ടു പോകരുത്. കർത്താവേ, തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ കീഴെ എന്ന വാക്ക് പറഞ്ഞപ്പോഴാണ് ഈ വാക്യം കയറി വന്നത്. ഞാൻ പറഞ്ഞു ചുരുക്കാം. ദൈവത്തിന്റെ കൈ കീഴെ എന്ന് പറഞ്ഞാൽ ഇത്രയും ചിന്തിച്ചാൽ മതി. വ്യാഖ്യാനവും ഗ്രീക്കും ഒക്കെ പോയാൽ നമ്മൾ മതിലും പൊളിച്ച് അപ്പുറം പോകേണ്ട വരും. സാധാരണക്കാർക്ക്, ഞാനൊരു സാധാരണക്കാരൻ്റെ പ്രസംഗിയനാണ്. എന്നും പ്രശ്നവും വേദനയും വിഷമവും ഉള്ളവരെയാണ് കൂടുതൽ മുമ്പിൽ കിട്ടുന്നത്. സ്തോത്രം. അവരുടെ എല്ലാ കാര്യം, പക്ഷെ അതിൻ്റെതായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരുടെ ഒരു പ്രഭാഷകനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോട് പറയാം, എന്താ ദൈവത്തിൻ്റെ നിങ്ങൾ ഇത്രയും ചിന്തിച്ചേ, നിന്നെ ഉയർത്താം, എൻ്റെ കൈക്കീഴി വരാൻ പറഞ്ഞാൽ ഇത്രയും ചിന്തിച്ചേ. ഒരു മനുഷ്യൻ കൈയെന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രം അനുസരിച്ചാണ് ദൈവം പറയുന്നത്. ഒരു മനുഷ്യൻ കൈ നീട്ടിയാൽ 2 വശത്തെ എന്തോരമുണ്ട്, കൂടിയാൽ എത്ര മീറ്റർ, 2.5 മീറ്റർ കാണുമെന്ന് വിചാരിച്ചു. ഏറ്റവും നീളമുള്ള ഒരുത്തും നീട്ടിയാലും ഇതിൻ്റെ കീഴേലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ കൈക്കീഴെ വരണമെങ്കിൽ നീ ദൈവത്തോട് അടുത്ത് വരണം. തമ്പുരാൻ ഇങ്ങനെ ചിറക് വിരിച്ചിരിക്കുന്ന പോലെ കൈ നീട്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെ കീഴെ വരാൻ പറഞ്ഞാൽ അതിനർത്ഥം അകന്ന് നിൽക്കരുത്, ഇങ്ങോട്ട് അടുത്ത് വരണം. ദൈവത്തോടടുത്ത് ഈ കൈയുടെ ദൈവം ഇങ്ങനെ കൈ നീട്ടിയാൽ, എൻ്റെ പ്രാർത്ഥനയാകുമ്പോൾ ഈ വാക്യമൊക്കെ പഠിച്ചതിന് ശേഷം എൻ്റെ പ്രാർത്ഥന പറയാം, എൻ്റെ ദൈവം ഇങ്ങനെ കൈ നീട്ടിയാൽ എന്നെ തൊടാൻ പാകത്തിന് അതിനപ്പുറത്തേക്ക് ഞാൻ പോകരുത് ദൈവമേ. സ്തോത്രം. എത്ര പണമുണ്ടായാലും, എത്ര വേദികൾ കിട്ടിയാലും, എത്ര ഉയരത്തിൽ വന്നാലും എൻ്റെ അപ്പൻ കൈ നീട്ടിയാൽ എന്നെ കാണാതെ പോകരുത്, എന്നെ തൊടാൻ പറ്റാതെ പോകരുത്. എന്നും ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ സഭയുടെ വിശ്വാസം
വിശ്വാസികളും ഈ കൈ നീട്ടിയാൽ അതിന്റെ കീഴെ കാണണം. അത്രയും ദൂരം അതിനപ്പുറത്തേക്ക് പോകരുത്. അനുഗ്രഹിക്കപ്പെട്ട ഈ ചർച്ച് ഓഫ് ഗോഡിലെ സകല വിശ്വാസികളും സകല കുടുംബങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൈ കീഴെ അതിനകലം വിട്ടു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും ലീഡേഴ്സും ദൈവമക്കളും ഉണ്ടെങ്കിൽ ദൈവത്തോട് പറ, ഞങ്ങൾ അകലം വിട്ട് പിൻപറ്റാനല്ല, ആ കൈ കീഴെ. ഹല്ലേലൂയ. പലവട്ടം പരീക്ഷ എഴുതിയിട്ടും ജയിക്കാത്ത പിള്ളേര് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എടാ ഞാനൊരു മെസ്സേജ് കേട്ടിട്ടാണ് വരുന്നത്, ഞാനൊരു ദൂത് കേട്ടിട്ടാണ് വരുന്നത്. പ്രവചനത്തെക്കാൾ ഷാർപ്പായ ദൈവത്തിന്റെ വചനം. നീ അടുത്ത പരീക്ഷയ്ക്ക് ജയിക്കും. ദൈവം എന്നോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ കൈ കീഴെ, മോനൊത്തിരി ദൂരെ പോകരുത്, അപ്പന്റെ കൈ കീഴെ ചേർന്ന് നിന്നാൽ സ്തോത്രം നിന്നെ കരകയറ്റും. രാത്രി കല്ല് തലയണയായി വെച്ച് കിടന്ന രാത്രി, അന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവം യാക്കോബിന്റെ തലക്കൽ സ്വർഗത്തോളം എത്തുന്നൊരു ഗോമണി ജാരി വെച്ചു എന്ന് വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ബൈബിളിൽ വെറുതെ വന്നതല്ല. നീ ഒറ്റപ്പെടുമ്പോൾ, നീ നിസ്സഹായനാകുമ്പോൾ, നിന്റെ തല കീഴെ തലയണ മാറ്റപ്പെടുമ്പോൾ, പരിപുരത്തെ കല്ല് വരുമ്പോൾ, നീ എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയാതെ വരുമ്പോൾ, നിന്റെ ഭാവി എന്താകുമെന്ന് അറിയാതെ വരുമ്പോൾ, അതൊരു സിമ്പലാ ബ്രദറെ, കർത്തൃദാസനെ, അമ്മേ, ഞാൻ പറയുന്നത് കേൾക്കുന്നു. ഇവിടെ ചാരി വെച്ചിരിക്കുന്ന ഗോമണി കണ്ടോ? അത് സ്വർഗത്തോളം എത്തുന്നതാണ് എഴുതിയിരിക്കുന്നത്, പാതാളം വരെ നല്ല എഴുതിയിരിക്കുന്നത്. ഗോമണിയുടെ ഉദ്ദേശം എന്താ? ചവിട്ടി കയറാനാണ്. ഇന്ന് രാത്രി ദൈവം ചിലരോട് പറയുന്നു, നീ ഒറ്റപ്പെട്ട രാത്രി, നീ തള്ളപ്പെട്ട രാത്രി, നിന്റെ ഭാവി അടഞ്ഞ രാത്രി, നിനക്ക് വേണ്ടി ഗോമണി ജാരി വെച്ച് തന്ന ദൈവമാണ് യാക്കോബേ ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. നിനക്ക് ചവിട്ടി കയറാമെങ്കിൽ ഈ ഗോമണിക്ക് 2 പടിയല്ല ഉള്ളത്, 4 പടിയല്ല ഉള്ളത്. എത്ര പേര് വിശ്വസിക്കും? നിന്നെ കൊണ്ടാവുന്നിടത്തോളം ഇന്ന് രാത്രിക്കാലം ഇതിൽ ചവിട്ടി ചവിട്ടി കയറാമെങ്കിൽ എവിടെ വരെ എത്താം, എവിടെ വരെ ഉയരാം? 4 നിലയുടെ മോള് വരെ അല്ല, പിന്നെയോ സ്വർഗത്തോളം എത്തുന്നത്. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ പറയും, കർത്താവ് എനിക്ക് വേണ്ടി ചാരി വെച്ച് തന്ന ഗോവണിയാണ് ദൈവത്തിന്റെ സഭ, ദൈവിക ശുശ്രൂഷ, കൃപാവരം, പ്രാർത്ഥിക്കാനുള്ള വരം. ഇതിലൂടെ നീ ചവിട്ടി താഴുകയല്ല. ആരുമില്ലെങ്കിലും നിന്റെ തലക്കീഴെ കല്ലാണ് തലയണയായിരിക്കുന്നതെങ്കിലും രക്തം ജയം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ആവർത്തിച്ചു പറയുന്നത്, ഒരുത്തനെ സഹായിക്കുന്നതിന്റെ പരമാവധി അതൊരു ഭാവികാല വെളിപ്പാടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? യാക്കോബിന്റെ ഉയർച്ചയുടെ ഒരു സിമ്പൽ കാണിച്ചു കൊടുക്കുക. മോനെ, അമ്മയെ വിട്ടു, അപ്പനെ വിട്ടു, നീ ഒരു വാഗ്ദത്ത സന്തതിയാണ്, നീ കൂടാരത്തിൽ നിന്ന് തള്ളപ്പെട്ടു. ഹല്ലേലൂയ. അമ്മ നിന്നെ കൂടാരത്തിൽ നിന്ന് ഓടിച്ചു വിട്ടു, പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ട, നിന്റെ സഹോദരൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. കൂടെ നിന്നവർ, ചാരപ്പണികളെല്ലാം പറഞ്ഞു തന്നവർ, അവരെല്ലാം കൈയൊഴിഞ്ഞു. ആരോടോ ദൈവം പറയുന്നു, ഒരുപക്ഷെ പുറത്തിരിക്കുന്നവരായിരിക്കാം, സ്വർഗം പറയുന്നു, എല്ലാവരാലും കൈയൊഴിഞ്ഞ ഒരു നക്ഷത്രമാണ് നീ എങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഞാനൊരു ഗോവണി ജാരി വെച്ച് തരാമെന്ന് എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു കട്ട് പീസ് കയറി വരുന്നത് പോലെ ആത്മാവെന്നോട് പറയുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് തോറ്റവർക്ക്, രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ചവർക്ക്, ഇനി ഭാവി ഇല്ല എന്ന് കരുതിയവർക്ക്, അവർക്ക് വേണ്ടി ആ കൈക്കീഴിലേക്ക് വരാൻ തയ്യാറായാൽ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. 4-മത്തത് പറയാൻ നേരമില്ലാതെ പോയി. ഏറ്റവും വിശദീകരിക്കേണ്ടതായിരുന്നു. തക്ക സമയത്ത് ഉയർത്താനൊരു സമയമുണ്ട്. തക്ക സമയം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. 5 മിനിറ്റ് കൊണ്ട്. സ്തോത്രം. തക്ക സമയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തോക്കുമ്പോഴാണ്, നമ്മൾ സുല്ല് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്ക്. ഏതാ? തക്ക സമയത്ത്. ഞാനൊരു ഉപദേശിയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, യോഗം വെച്ചു, ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മാമ്മ വന്ന് ചോദിക്കുക, പാസ്റ്ററെ, നമ്മൾ വീട്ടിൽ യോഗം വെച്ചു, ഉപവാസം ഇരുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, വന്ന പ്രവാചകന്മാരൊക്കെ പറഞ്ഞു, എന്നിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അന്നേരം വിദഗ്ധനായ ഉപദേശി എൻ്റെ ഉള്ളിൽ ഉണരും. എന്നിട്ട് അമ്മമ്മോട് പറയും, അമ്മമ്മേ, തക്ക സമയത്തെല്ലാം നടക്കും എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായി പാസ്റ്റർ ആ കേസ് കൈയൊഴിഞ്ഞെന്ന്. ആണ്ടെ, ഞാൻ പച്ചയ്ക്കുള്ള കാര്യം പറയുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് തക്ക സമയത്ത് നടന്നോളൂ എന്ന്.
സ്തോത്രം. ഞാൻ കുറച്ച് നാൾ തിരുവാങ്കുളത്ത് വർക്ക്ഷോപ്പിൽ നിന്നു. പണ്ട് ലാംബിയും വിജയ് സൂപ്പറും ബജാജൊക്കെ ഉള്ള കാലം. ചില വണ്ടി എത്ര നന്നാക്കിയാലും നന്നാവില്ല. ഞങ്ങളുടെ ആശാൻ ഉള്ള കാശെല്ലാം മുടക്കിപ്പിച്ച് എൻജിൻ തന്നെ മാറും, എന്നിട്ട് ശരിയാവുകയില്ല. ലാസ്റ്റ് വണ്ടി കൊടുത്തു വിടുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഓട്ടത്തിൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറച്ചിലാണ് നമ്മൾ പറയുന്നത്. തക്ക സമയത്തെല്ലാം ബൈബിള് പറയുന്ന തക്ക സമയം കൈയൊഴിയലല്ല, അതിനൊരർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ ഘടികാരത്തിൽ സമയത്തിന് 2 വാക്കുകളാണുള്ളത്, ക്രോണോസും കൈറോസും. ക്രോണോസ് ദ ലെങ്ത് ഓഫ് ടൈം എന്നാണ് അതിൻ്റെ അർത്ഥം, ലെങ്ത് ഓഫ് ടൈം. സ്തോത്രം, കാലഘട്ടം. കൈറോസ് എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ഓഫ് ടൈം. ഇപ്പം സമയം എത്രയാണെന്ന് ചോദിച്ചാൽ രാത്രിയായി എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ടൈമാണ്. ഇപ്പം സമയം എത്രയാണെന്ന് വെച്ചാൽ 9:01 എന്ന് പറയുന്നത് ദ പോയിന്റ് ഓഫ് ടൈമാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നീ ദൈവത്തിൻ്റെ കൈക്കീഴിലേക്ക് വരുമ്പോൾ ലെങ്ത് ഓഫ് ടൈം പോയിന്റ് ഓഫ് ടൈം ആവും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ സന്തതിയെ മാനിക്കുമെന്ന് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തം കിടന്ന് കറങ്ങുന്നത് ക്രോണോസിലാ, ദ ലെങ്ത് ഓഫ് ടൈമിലാ. എപ്പോഴാന്ന് പറഞ്ഞിട്ടില്ല. അതറിയണമെങ്കിൽ അബ്രഹാമിനോടും സാറോടും ചോദിക്കണം. എന്ന് കണ്ടാലും പറയും നിനക്കൊരു സന്തതിയെ തരും, നിനക്കൊരു എന്ന് കണ്ടാലും പറയും. എന്നാ തരിയെന്ന് മാത്രം പറയുകയല്ല. അവസാനം മടുത്തിട്ട് ഇസ്മായിൽ ജനിച്ചു. എങ്ങനെ ജനിച്ചെന്ന് ഞാൻ പറയണ്ടല്ലോ. അതിനെ കൊണ്ട് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇതല്ല, നിന്റെ സന്തതി ഇവണ്ണമാകും. അടുത്ത അധ്യായത്തിൽ ദൈവം നേരിട്ട് വീട്ടിലിറങ്ങി വന്നു. ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, ആഹാരം കൊടുക്കാൻ ഒരു അവസരം കൊടുത്തു. അത് കഴിയുമ്പോൾ ദൈവം സാറേ എന്തിയെന്ന് ചോദിച്ചു. സാറയെ വിളിച്ചു നിർത്തിയിട്ട് ദൈവം പറയുക, അടുത്തയാണ്ട് ഈ സമയം ലെങ്ത് ഓഫ് ടൈമിൽ കിടന്ന വാഗ്ദത്തം പോയിന്റ് ഓഫ് ടൈമിലേക്ക് മാറി. അടുത്തയാണ്ട് ഈ സമയം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ദൈവത്തെ ശുശ്രൂഷിച്ചും ദൈവത്തെ മാനിച്ചുമാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ ലൈഫിലെ ക്രോണോസ് കൈറോസായി മാറുന്നുണ്ട്. നിന്റെ വാഗ്ദത്തം 2026 ജനറൽ കൺവെൻഷനിൽ 5 കൊല്ലമായി കേൾക്കുന്ന വാഗ്ദത്തം ഈ കൊല്ലം ഒരു പോയിന്റിൽ എത്തിയിട്ടേ പോകാവൂ. അതിന് ദൈവത്തിൻ്റെ കൈക്കീഴെ നിന്നോളണം, അകന്നു പോകരുത്. സ്തോത്രം. യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ പിന്നെ 6 ആളിനപ്പുറം നിന്നുകൊണ്ട് അന്യഭാഷയും പറഞ്ഞ് പോകരുത്. ഈ കൈക്കീഴിൽ നിൽക്കാൻ തുടങ്ങിയാൽ നിന്നോട് പറഞ്ഞ സകല കാര്യങ്ങളും നാളെ മുതൽ ആ പോയിന്റിലേക്ക് എത്തും. ഒരു സ്ത്രീ ഗർഭവതിയായി പ്രസവിക്കണമെങ്കിൽ 1 കൊല്ലം 10 മാസം എടുക്കും. അതുകൊണ്ടാണ് അടുത്ത കൊല്ലം ഈ സമയം എന്ന് കർത്താവ് പറഞ്ഞത്. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നാളത്തെ സഭായോഗം കഴിഞ്ഞ് നീ വീട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് രാത്രി ദൂതനെ വിശ്വസിച്ചാൽ ദ പോയിന്റ് ഓഫ് ടൈമിലേക്ക് കാര്യമെത്തും. അത് നിമിത്തം കാലങ്ങൾ കാത്തു നിന്ന് തലമുടി നരച്ചിട്ടും കർത്താവേ അതൊന്നും നിറവേറിയില്ലല്ലോ എന്നുള്ള ഭാരം തീരും. ആ പോയിന്റിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. അത് പത്രോസിന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഞാൻ അവസാനിപ്പിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകുമൊന്നും ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു കാണിച്ച് പെട്ടെന്ന് പോകാം സ്തോത്രം എന്നൊന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കേട്ടത് മുഴുവൻ ഇപ്പം ഇവിടെ ബലൂണിൻ്റെ കാറ്റഴിച്ചു വിട്ടോലെയാകും. ഇതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏകാഗ്രചിത്തരായി നിൽക്കുക. നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം. ഇത് ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ലേഖനത്തിൽ നിന്നാണ്. ലേഖനം ദൈവസഭയ്ക്ക് എഴുതിയതാണ്, വൃതന്മാർക്ക് എഴുതിയതാണ്. അവരോടാ പറയുന്നത് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ. അപ്പൊ ദൈവസഭയ്ക്കകത്ത് വന്നവരെ ഉയർത്തി കഴിഞ്ഞിട്ടില്ല, അവർക്കിനിയും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ബാക്കി കിടക്കുന്ന ആയുസ്സിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞ്, ഈ യോഗം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകുന്നത് ആ ഉദ്ദേശം നിർവർത്തിക്കാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ദൈവമക്കളെല്ലാവരും കണ്ണുകളടച്ചേ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഇതെൻ്റെ തക്ക സമയമാണ്. 2026 എന്നെ സംബന്ധിച്ച്
എൻ്റെ ലൈഫിലെ കൈറോസാണ്, ദ പോയിന്റ് ഓഫ് ടൈം. പല കാര്യങ്ങളും നിറവേറാൻ പോവുക, പല കാര്യങ്ങളും നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുക, വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോവുക, നിന്റെ വീട്ടിൽ വിരുന്ന് ശാലകൾ ഉണ്ടാകാൻ പോവുക. സ്തോത്രം. നീ വിചാരിക്കാത്ത ചിലർ വീട്ടിൽ കയറാൻ പോവുക, അടച്ചിട്ട വാതിലുകൾ തുറക്കാൻ പോവുക. കൈയടിപ്പിക്കാൻ പറയുകയല്ല, വിശ്വസിക്കാൻ പറയുകയാണ്. അതുകൊണ്ട് ആ സമയത്തിനായി ദൈവം ഇന്ന് രാത്രി പ്രാധാന്യം കൊടുക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസിച്ച് നിൽക്കുന്ന ഈ ദൈവമക്കൾക്കായി സ്തോത്രം, കർത്തൃദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് ഇവിടെ പറയാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ദൂത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞ് അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് ഫലിക്കട്ടെ. അടുത്ത വർഷം ഇവിടെ വരുമ്പോൾ അതിൻ്റെ തേജസ്സും കൃപയും ഇവിടെ വന്ന ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ 4 കാര്യങ്ങൾ ദൈവം പറഞ്ഞല്ലോ. ഒന്ന്, ഞങ്ങളുടെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ തെളിയിക്കണേ. സുവിശേഷം പറയുന്നവരോട് നിൽക്കുന്നുണ്ട്, അവർ ചെന്ന് പറഞ്ഞാൽ ആ പറയുന്നവർക്കത് ഫലിക്കണേ കർത്താവേ. 2, കൃപയാണ് ഉയർത്തുന്നത്. ഇന്ന് രാത്രി ആ കൃപ ചിലർക്ക് ലഭിക്കണമേ കർത്താവേ. 3, ദൈവം ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലേ തടസ്സങ്ങൾ മാറുകയുള്ളൂ, അത് ദൈവം ചെയ്യണമേ. 4, സമയം ദൈവമായ കർത്താവേ അങ്ങാണ് നിശ്ചയിക്കുന്നത്, അതിവിടെ നിറവേറണം. ഈ 4 കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ഇവരുടെ മേൽ ഇരുമ്പെടുത്താണി കൊണ്ട് എഴുതിയിട്ട് പോകുന്നത് പോലെ ഞാൻ എഴുതിയിട്ട് പോകുകയാ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നേതൃത്വ നിരക്കായി സ്തോത്രം. അവരൊക്കെ അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.